ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് കൽപ്പിച്ചു. ദൈവമക്കളെ, നമ്മളെ മേലാൽ സംഭവിക്കാനുള്ള കാര്യം, നമ്മളെ കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. എന്നാൽ എന്താണ് ഈ മേലാൽ സംഭവിക്കാൻ തിരുവചനം എന്തു പറയുന്നു? ഞാൻ പറഞ്ഞത്, സയൻസിനറിയാം ഈ കാലത്തോടെ ഈ ലോകം തീരുമെന്ന്. ബാക്കി എന്താണെന്ന് അവർക്കറിയാൻ മേല. ഈ കാലത്തോടെ വൺ വേൾഡ് റൂളിംഗ് വരുമെന്ന് അവർക്കറിയാം. ആർക്കാ? ബുദ്ധിജീവികൾക്കറിയാം. അതാ ന്യൂ വേൾഡ് ഓർഡർ. അതും അവർക്കറിയാം. അതിൻ്റെ ബാക്കി കോൺസിക്വൻസ് എന്താണെന്ന് അവർക്കറിയത്തില്ല. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവനിശ്വസനീയമായ തിരുവചനം വ്യക്തമായി പറയുന്നു, നമ്മളെ വെളിപ്പെടുത്തിയിരിക്കുന്നു മേലിൽ 10 കാര്യങ്ങൾ. അത് പഠിക്കുമ്പോൾ തന്നെ നമുക്കൊരു അനുഗ്രഹം ഉണ്ടാവും. ഒന്നാമത്തെ സംഭവമാണ് റാപ്ചർ. ഈ തലമുറയിൽ വേദപുസ്തകത്തിൽ ഇല്ലാത്ത 2 പദമുണ്ട്. ഒന്ന് ഉൽപ്രാവണനം, 2 തൃത്വം. ഈ 2 വാക്കുകൾ ബൈബിളിൽ ഇല്ല. പക്ഷെങ്കിൽ തൃത്വം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുണ്ട്. നാം നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ, ഉൽപ്പത്തിയിൽ തൃത്വം, വെളിപ്പാടിൽ തൃത്വം. ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും സിംഹാസനങ്ങളല്ല, സിംഹാസനം 2 പേർക്കും ഒരു കസേരയല്ല, 2 കസേരയല്ല, ഒറ്റ കസേര. അവിടുന്ന് ജീവജല നദി, പരിശുദ്ധാത്മാവ്, തൃത്വം. ഉൽപ്രാവണം എന്നൊരു വാക്ക് ബൈബിളിൽ ഇല്ല. എന്നാൽ അതിൻ്റെ അർത്ഥം എടുക്കപ്പെടൽ. അത് ഈ തലമുറയിൽ അതിൻ്റെ വാക്യമാണ് 1 തെസ്സലോനിയർ 4:16. നമുക്കറിയാവുന്നതാണ്. 2, ഈ ദൈവദാസന്മാർ പറയും മഹോപദ്രവകാലം. ഞാൻ അല്പം കൂടെ അതിനെ മോഡിഫൈ ചെയ്ത് പറയും ഡബിളിക് യൂണിവേഴ്സ്. ദാനിയേൽ പ്രവാചകനിൽ കൂടി വെളിപ്പെടുത്തിയ പ്രകാരം യഹൂദനെ നിവർത്തിപ്പാനുള്ള 7 വർഷം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. ദാനിയേൽ 9:23. അതിൽ 69 ആഴ്ചവട്ടം തികഞ്ഞപ്പോൾ അഭിഷിക്തനായ കർത്താവ് ഛേദിക്കപ്പെട്ടു, അവൻ ആരുമില്ലെന്ന് വന്നു. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിൻ്റെ പടജനം. 2 പ്രഭുക്കന്മാരുണ്ട്. ഒന്ന് കർത്താവായ യേശു എന്ന പ്രഭു, മറ്റ് ഈ ലോകത്തിൻ്റെ പ്രഭു. അവൻ 7 വർഷം ഈ ലോകത്തിൽ ഭരിക്കും. അതാണ് ഡബിളിക് യൂണിവേഴ്സ്. 3, ദൈവപുത്രനായ ക്രിസ്തുവും സാത്താനുമായി ഇന്ന് വരെ ഒരു അക്ഷരിക യുദ്ധം നടന്നിട്ടില്ല. ആ യുദ്ധം നടക്കും. ആ യുദ്ധത്തിൻ്റെ പേരാണ് വാർ ഓഫ് അർമഗദോൻ. അർമഗദോൻ യുദ്ധം. വെളിപ്പാട് 16:16 കാണാം. എല്ലാം വായിച്ചാൽ നമുക്ക് സമയത്ത് തീരത്തില്ല. യെരുസലേം സന്ദർശിച്ചിട്ടുള്ളവരെല്ലാം കരങ്ങൾ ഉയർത്തിക്കേ. ചാനുണ്ട്, ദേവദാസന്മാരൊക്കെ ഉണ്ട്. നിങ്ങൾ യെരുസലേം സന്ദർശിച്ച ഒരു കാര്യം കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെരുസലേം നഗരത്തിൻ്റെ കിഴക്കുവശം, ഒലിവ് മലത്തിൻ്റെ തെക്കുവശം, ശാരോൻ താഴ്വരയിൽ 1500-നും 2000 ഏക്കറിനും ഇടയിലുള്ള ഭൂമി സമനിലമായിട്ടിട്ടിരിക്കുന്നു. അവിടെ വെജിറ്റബിൾ സീസണൽ കൃഷി, അതായത് 3 മാസം കൊണ്ട് കൃഷിയെടുക്കാവുന്ന കൃഷി മാത്രമേ ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. ദീർഘകാല കൃഷി അവിടെ അനുവാദമില്ല. വെറും സീസണൽ കൃഷി ചെയ്യാം. അടുത്തത്, വീടുകൾ വെക്കാൻ അനുവാദമില്ല. താൽക്കാലികത്തിലുള്ള ടെൻറ്റ് മാത്രം അടിക്കാം. നിങ്ങളെ കൊണ്ടുപോകുന്ന ആ ഗൈഡിനോട് ചോദിക്കണം, ഇത്രയും യെരുസലേമിൻ്റെ സമീപത്ത് കണ്ണായ 1500 ഏക്കർ സ്ഥലം, ഈ പ്ലെയിൻ ലാൻഡ് എന്താണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ചോദിച്ചാൽ അവർ പറയും, ഞങ്ങളുടെ റബിമാർക്ക് വെളിപ്പെട്ടു, ഞങ്ങളുടെ മശിക ഇറങ്ങി ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് രാജ്യം തരും. നമ്മൾ പഠിച്ചാൽ പഴയ നിയമത്തിൽ വിജാതീയ രാജാക്കന്മാരും സൈന്യങ്ങളും യഹൂദന്മാരെ ആക്രമിക്കാൻ വന്നപ്പോൾ ദൈവം ആലിപ്പഴം വേയിച്ചും കടന്തലയച്ചും ഇടിയയച്ചും നശിപ്പിച്ച ആ സ്ഥലമാണ് അർമഗദോൻ. ആ സ്ഥലം ഇസ്രായേൽ ഒരുക്കിയിരിക്കുന്നെങ്കിൽ ആ യുദ്ധത്തിൽ കർത്താവായ യേശു സാത്താന്യ തൃത്വങ്ങൾ 3. ഇടയ്ക്ക് ഞാൻ എല്ലാ കാര്യങ്ങളും അവിടുന്ന് ഇവിടുന്ന് എല്ലാം നടത്തിപ്പനുസരിച്ച് അങ്ങ് പറയുക. കാരണം ഒരു ദിവസത്തെ 10 ദിവസത്തെ ക്ലാസ് ആ 2 ദിവസം കൊണ്ട്. അപ്പോൾ ഓർത്തോണം എന്തുമാത്രം ഞാൻ ഷോർട്ട് ഔട്ട് ചെയ്യണമെന്ന്. അതിനിടയിൽ സഭയോടുള്ള ശക്തമായ ഒരു ആലോചനയും പറഞ്ഞിട്ടേ പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒത്തിരി അവിടുന്ന് ഇവിടുന്നൊക്കെ കയറി പറയും. ദയവായി നിങ്ങൾ ക്ഷമിക്കുക, സഹകരിക്കുക. പിതാവ് ഈ ഭൂമി സാത്താൻ്റെ കൈ കിട്ടുമ്പോൾ അവന് ദൈവമാകണം, അത് നമുക്കറിയാം ഇല്ലേ? ദൈവത്തിൻ്റെ ഒറിജിനൽ എന്താണെന്ന് അവനറിയാം. സ്വർഗത്തിലായിരുന്നല്ലോ. പിതാവ്, പറ, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിനെ അനുകരിച്ചുകൊണ്ടാണ് അവൻ ഡബിളിക് ട്രിനിറ്റി ഇവിടെ. അതാണ് നിങ്ങൾക്കറിയാം, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ. റെഫറൻസ് സാത്താൻ വെളിപ്പാട് 20,
മൃഗൻ നമ്പർ 1 വെളിപ്പാട് 13:1, മൃഗൻ നമ്പർ 2 വെളിപ്പാട് 13:12. സാത്താൻ മൃഗൻ നമ്പർ 1 എന്ന് പറയുന്നതാണ് നമ്മൾ പറയുന്ന എതിർ ക്രിസ്തു. പഴയ കാലത്ത് പറയും അന്തിക്രിസ്തു. ഈ അന്തിക്രിസ്തു എന്ന് പറയാനുള്ള കാര്യം എന്നാ ഞാൻ റിസർച്ച് ചെയ്തപ്പോൾ മനസ്സിലായി. പഴയ കാലത്തെ നമ്മുടെ ഈ എതിർ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ ശക്തമായിട്ട് ഇവിടെ പ്രസംഗിച്ചത് ആരാന്നറിയാവോ? സായിപ്പന്മാരാണ്. അവരിവിടെ വന്ന് ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ അന്ന് പരിഭാഷപ്പെടുത്തുന്ന ദേവദാസന്മാർക്ക് അതിൻ്റെ ആ മലയാളം കൊണ്ട് പറയാൻ അറിയാമല്ല. അതിനെ അവരൊരടിയടിച്ചതാ അന്തിക്രിസ്തു. അങ്ങനെ അന്നത്തെ പരിപാടി അതേ നടക്കത്തുള്ളൂ. എന്തുവാ അന്തിക്രിസ്തു? അങ്ങനെ ഒരു ക്രിസ്തു ഇല്ല. ആൻറ്റി ക്രൈസ്റ്റ് ക്രിസ്തുവിനെതിരാ. അത് സമയം കിട്ടിയാൽ ഞാൻ ആൻറ്റി ക്രൈസ്റ്റ് ആരാന്ന് പറയാം. സയൻറ്റിഫിക്കൽ പ്രൊഡക്റ്റാ. 10 വ്യത്യാസമുണ്ട് ക്രിസ്തുവായി. നോക്കിക്കേ, സാത്താൻ, എതിർ ക്രിസ്തു, കള്ളപ്രവാചകൻ. ഇവർക്ക് 3 പേർക്കും 3 ഓഫീസ്. സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സഭയെടുക്കുന്നതിന് വരെ അനങ്ങാനൊക്കത്തില്ല. അത് ഞാൻ തിയറി ഇന്നോ നാളെയോ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ. എന്തുകൊണ്ട് മഹോപദ്രവത്തിന് മുൻപ് സഭയെടുക്കപ്പെടും? കാരണമുണ്ട്. മുന്നോട്ട് മഹോപദ്രവത്തിന് മുമ്പ് എന്തുകൊണ്ട് സഭയെടുക്കപ്പെടും? സഭയെന്ന് പറയുന്നത് എന്തുവാ? നമ്മുടെ ഈ കൂടിവരവിനെ ഡിനോമിനേഷനല്ല, ഇതിൻ്റെ ആത്മീയ അർത്ഥം എന്താ? മത്തായി 16:18 ഇന്ന് വേഗം വായിച്ച്. എന്തുകൊണ്ട് സഭ എടുക്കപ്പെടും മഹോപദ്രവത്തിന് മുമ്പേ? ധൈര്യത്തോടെ ഇരുന്നോണം. എന്നാന്നറിയാം, ഞാൻ പറയട്ടെ, ദുഃഖകരമായ സത്യം പറയാം. നമ്മുടെ ഇടയിൽ ഒരു പഠിപ്പിക്കൽ കയറി വരുന്നുണ്ട്, സഭ മഹോപദ്രവത്തിൻ്റെ മധ്യത്തിലെടുക്കപ്പെടുമെന്ന്. അത് അവർക്ക് ന്യായങ്ങൾ കണ്ടേക്കാം, ഞാൻ അവരെ വിമർശിക്കുന്നില്ല. സഭ മഹോപദ്രവം കഴിഞ്ഞേ എടുക്കപ്പെടത്തുള്ളൂ എന്ന് പറയുന്നവരുണ്ട്. അതിന് പറയുന്നത് മിഡ് ട്രിബുലേഷണൽ തിയറി, പോസ്റ്റ് ട്രിബുലേഷണൽ തിയറി. അവരുടെ ന്യായങ്ങൾ പറയുന്ന. എന്നാൽ സഭ മഹോപദ്രവത്തിന് മുമ്പ് എടുക്കപ്പെടുമോ എന്നുള്ളതിന് ഞാൻ ചില തെളിവുകൾ തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും സഭ മഹോപദ്രവത്തിന് മുമ്പ് എടുക്കപ്പെടുമെന്ന്. എന്താണ് സഭ? മത്തായി 16:18 നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഞാൻ എൻ്റെ എന്ന് കർത്താവ് അധികം കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. എൻ്റെ പിതാവ്, എൻ്റെ സ്നേഹിതർ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഭ. എന്താണെന്നറിയാവോ? സഭയെന്ന് പറയുന്നത് കർത്താവിൻ്റെ സ്വകാര്യ സ്വത്ത, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈ മതിൽക്കെട്ടിന് പുറത്തുള്ള പഞ്ചായത്ത് റോഡാണ്. ഏത് വാഹനവും കൊണ്ടുപോകാം. പക്ഷേ ഗേറ്റിനകത്തോട്ടെ അങ്ങനെ കൊണ്ടുവരാനൊക്കത്തില്ല. ഇവിടുത്തെ ദൈവദാസന്മാരുടെ കൺസെൻ്റ് ഇല്ലാതെ വണ്ടി കയറ്റാനൊക്കത്തില്ല. കാരണം ഇത് നമ്മുടെ സ്വകാര്യ സ്വത്താണ്. സഭ, വചനപ്രകാരമുള്ള സഭ കർത്താവിൻ്റെ സ്വകാര്യ സ്വത്താണെങ്കിൽ ദൈവത്തിൻ്റെ ശത്രുവായ സാത്താൻ അതിനെ ചവിട്ടി വധിക്കാൻ കിട്ടത്തില്ല. എങ്ങനെ ഈ സ്വത്ത് കിട്ടി? അപ്പോസ്തല പ്രവൃത്തി 20:28. ഈ സ്വത്ത് എങ്ങനെ കർത്താവിന് കിട്ടി? വായിച്ചാട്ടെ. അപ്പോസ്തല പ്രവൃത്തി 20:28. നിങ്ങളെ തന്നെയും തൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ. ദൈവസഭ എന്ന് പറയുന്ന ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭ. ദൈവസഭ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് കർത്താവ് സമ്പാദിച്ചതാ. നമ്മളുടെ കയ്യിൽ 2 വക വസ്തുക്കളുണ്ട്. നാം ധരിച്ചിരിക്കുന്ന ഷർട്ടോ ചെരുപ്പോ നമ്മൾ വില കൊടുത്ത് മേടിച്ചതാ, നമ്മുടെ ജോലി ചെയ്ത്. അതേസമയത്ത് ആരെങ്കിലും നമുക്ക് ഗിഫ്റ്റ് തന്ന സാധനം കാണും. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. വില കൊടുത്ത് മേടിച്ചതാ ഷർട്ടും സാരിയുമെങ്കിൽ അതെന്റെ സമ്പാദ്യമാ. വേറൊരാൾ ഗിഫ്റ്റ് തന്നാണ്, അതൊരു ഗിഫ്റ്റാ ഇല്ലേ? വെളിയിൽ നിന്ന് ഒരു വാച്ച് തന്നെങ്കിൽ അതെന്റെ സമ്പാദ്യമല്ല, അതെന്റെ ഗിഫ്റ്റാ. ഈ വാച്ച് ഒരു ഹൈന്ദവ സഹോദരൻ എനിക്ക് മസ്കറ്റിൽ നിന്ന് തന്നതാ, ഒരു നായർ സഹോദരൻ, രക്ഷിക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് എനിക്ക് എത്ര വാച്ച് ഉണ്ടെങ്കിൽ ഇതാ ഞാൻ കൊണ്ടു നടക്കുന്ന ആ സഹോദരനുള്ള പ്രതിപതിയാ. ഇതെന്റെ സമ്പാദ്യമല്ല, ഇതെനിക്ക് മസ്കറ്റിൽ വെച്ച് തന്നൊരു ഗിഫ്റ്റാ. അതേസമയത്ത് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ ഷർട്ട് ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതാ. അപ്പൊ സഭയെന്ന് പറയുന്നത് ആരുടെയും ഗിഫ്റ്റല്ല, എൻ്റെ കർത്താവ് രക്തം കൊണ്ട് സമ്പാദിച്ചതാ. അത് സാത്താൻ തൊടാനൊക്കത്തില്ല. 3 എന്താണ്? 3 സഭ എന്താ? കൊലോസ്യർ 1:18 വായിക്കാം. ആ സഭ ദൈവമക്കളെ, നമ്മൾ ഈ കൂടി വരുന്ന ഇടത്തിൻ്റെ ആ പാവനത, അതിൻ്റെ ആ മനോഹരത ഒന്ന് മനസ്സിലാക്കണം. കൊലോസ്യർ 1:18. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയും ആകുന്നു. സഭ ക്രിസ്തുവിന്റെ ശരീരം. വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു ശിരസ്. എൻ്റെ കാലിൻ്റെ നഖത്തേൽ അല്പം നീളം വന്നാൽ എൻ്റെ തലച്ചോറ് അറിയും ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ശിരസ് ക്രിസ്തു,
സഭ ശരീരം തൊടാനൊക്കത്തില്ല. നാലാമത്തെ എനിക്ക് രസകരമായ ഒരു കാര്യമാണ്. ആ നാലാമത്തേൻ്റെ ആ മഹത്വം നമ്മളെ എത്ര ബഹുമാനത്തോടും എത്ര ഭയത്തോടും ആരാധനാലയത്തിൽ കയറണമെന്നറിയാവൂ. ഞാനെല്ലാം ഏത് രാജ്യത്തിൽ പോയാലും ഞാൻ ചെരുപ്പിടത്തില്ല പ്രസംഗിക്കാൻ. അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ അവർക്കൊരു പുതുമയാണ്. കർത്താവിൻ്റെ ദാസനൊക്കെ അറിയാം, അവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഷൂസ് ഇട്ടേ പ്രസംഗിക്കത്തുള്ളൂ. ഞാനിടത്തില്ല, ഒരിടത്തും ഇടത്തില്ല. കാരണം നമ്മളെ എന്താണ് ഈ സഭ, നമ്മൾ എന്ത് ചിന്തിക്കുന്നത്, എന്ത് ചെറിയ കേസല്ലേ. ഒന്ന് വായിക്കാം, എഫേസ്യർ 2:20. എഫേസ്യർ 2:20. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. സഭ ഗൗരവത്തിൽ കേൾക്കണം. അതാണ് ഈ സഭയെ മാന്തുന്നവന്റെ തലമുറകൾ വരെ നശിക്കുന്നതിന്റെ കാരണം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഭയെ തൊടുന്നവന്റെ തലമുറകളിലേക്ക് നോക്കിക്കോണം, തീർന്നു. നമുക്കൊരു ബുദ്ധിയും കൂടെ ഞാൻ ഉദ്ദേശിക്കുക, പ്രായം കൊണ്ട് എനിക്ക് പറയാമല്ലോ. അതുകൊണ്ടാ സഭയെ തൊടുന്നവന്റെ തലമുറകൾ വരെ നശിക്കുന്നു. സഭയിൽ ഭിന്നതയെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവന്റെ തലമുറകളിലേക്ക് നിങ്ങൾ നോക്കിക്കോണം, അവൻ നശിക്കുക. കാരണം എന്താ? സഭ ഡൾനെസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ നിവാസം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാനൊരു ഉദാഹരണം പറയാം. 1978 മലയാള മനോരമയിൽ ഒരു വിചിത്രമായ വാർത്ത വന്നു. നമ്മുടെ കേരളത്തിലൊരു വൈദ്യശാലയുണ്ട്, കോട്ടക്കൽ, മലബാറില ഗ്രാമത്തിലാണ്. ഒരു ഗ്രാമത്തിലാണ്. ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ ഗ്രാമവാസികൾ നോക്കിയപ്പോൾ ഈ കോട്ടക്കൽ ആര്യ വൈദ്യശാല മുഴുവൻ പോലീസും പട്ടാളവും വളഞ്ഞിരിക്കുക. നാട്ടുകാർ ഓടിക്കൂടി, പലരും പല അഭിപ്രായം പറയും. നമ്മുടെ മലയാളികളല്ലേ, ഞാൻ പറയണ്ടല്ലോ എന്തെല്ലാം പറഞ്ഞു കാണുമെന്ന്. ജനങ്ങളിങ്ങനെ നോക്കുക. ഗേറ്റിങ്കിൽ തോക്കുമായിട്ട് 2 പട്ടാളക്കാർ, പോലീസുകാരുമുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്കൊരു അതിശയി, ഗ്രാമം 2 മിലിറ്ററി ഓഫീസേഴ്സ് 20-25 അടി നീളമുള്ളൊരു പോസ്റ്റ് തോളിലെടുത്തുകൊണ്ട് വന്ന് ഈ വൈദ്യശാലയുടെ വാതുക്കൽ അവർ തന്നെ, അവരുടെ ഇംപ്ലിമെൻറ്റ്സ് എല്ലാം ഉണ്ട്, മിനിറ്റ് കൊണ്ട് അവർ നാട്ടി. കുറച്ച് കഴിഞ്ഞപ്പം ഒരു പട്ടാള ഓഫീസർ ഇങ്ങോട്ട് വന്നു. ഇന്ത്യൻ ദേശീയ പതാക പതുക്കെ ഉയർത്തുക. ഉടനെ നമ്മുടെ പോലീസും പട്ടാളവും ബാൻഡിൽ കൂടി നമ്മുടെ ദേശീയ ഗാനം ആലപിച്ചു. കൊടി പൊങ്ങി. കഷായത്തിൻ്റെയും കുഴമ്പിൻ്റെയും മക്കുമണം ഉള്ളിടത്തുനിന്ന് മനോഹരമായ ദേശീയ ഗാനവും കൊടിയും പൊങ്ങിയപ്പോൾ നാട്ടുകാർ ചെന്നു ഗേറ്റിങ്ങിൽ ചെന്ന് തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് അറിയണം എന്നാ സംഭവം, നിങ്ങളൊന്ന് പറ. ഉടനെ അവിടുത്തെ പട്ടാള ഓഫീസർ പറഞ്ഞു, ഇവിടെ വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ശാന്തരായിട്ട് പൊക്കോ. ഇവിടെ സംഭവം നമ്മുടെ പ്രസിഡന്റ് ഗിരി ഒരാഴ്ചത്തെ ട്രീറ്റ്മെൻറ്റിന് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് ഇന്ത്യയുടെ പ്രസിഡൻ്റുള്ള സ്ഥലം ഇന്ത്യൻ തലസ്ഥാനമാണ്. ഇന്ത്യൻ തലസ്ഥാനത്ത് എന്നും രാവിലെ ദേശീയ പതാക ഉയർത്തണം, ജനഗണമന പാടുകയും ചെയ്യണം. അപ്പോൾ ഒരു മാനസിക പ്രസിഡന്റ് വന്നപ്പം ആ മക്കുമണം കഷായത്തിനുള്ള ആ വൈദ്യശാലയിൽ ആ പരിപാടിയാണെങ്കിൽ അഖിലാണ്ടത്തെ ഒറ്റ വാക്കിൽ സൃഷ്ടിച്ചവൻ്റെ നിവാസമാ സഭ. സഭയെന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല. ഒരു കാര്യം കൂടെ ഓർത്തോണം, വ്യക്തിയെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്, സഭയെ ചേർക്കാനാ. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ടവർ ദിനംപ്രതി വീട്ടിലിരിക്കാനല്ല, രക്ഷിക്കപ്പെട്ടവർ ദിനംപ്രതി സഭയോട് ചേർന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഡൾനെസ് ഓഫ് ക്രൈസ്റ്റ്, സഭ ക്രിസ്തു ദൈവത്തിന്റെ നിവാസം. നമുക്ക് സുപരിചിതമായ വാക്കാ സഭ ക്രിസ്തുവിന്റെ കാന്ത. ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷനെ, അതിൻ്റെ ആ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ രീതി, പഴയകാലം ഇന്നത്തെ നോക്കിക്കേ, പെങ്കൊച്ച് സാറാമ കുവറ്റിൽ നിന്ന് വന്നു അല്ലേ, ചെറുക്കൻ ന്യൂസിലൻഡിൽ നിന്ന് വന്നു, നെടുമ്പുറത്ത് വെച്ച് കല്യാണം, ജോൺ സാറോ അല്ലെങ്കിൽ മാത്യു മമ്പാഷോ എൻഗേജ്മെൻറ്റ് നടത്തി പരസ്യമായിട്ട് അല്ലേ. നിങ്ങളെല്ലാം നല്ല സൂപ്പർ ബിരിയാണി അടിച്ചിട്ടുണ്ട്. കല്യാണം അടുത്ത മാസം, ഇന്നലെയായിരുന്നു എൻഗേജ്മെൻറ്റ്. നിങ്ങൾ സൂപ്പർ ബിരിയാണി അടിച്ച് നല്ല ഡെസേർട്ട് 2 കോഴ്സ് അടിച്ച് വെച്ച് നിങ്ങളും പോയി. ഇവർ കല്യാണം ഉറപ്പിച്ച കൊച്ചനും അവൻ തിരിച്ച് ന്യൂസിലൻഡിലും പോയി, പെങ്കച്ച് അവിടെ പോയി, കുവറ്റിലും പോയി. 1 മാസം കഴിഞ്ഞാൽ കല്യാണം അല്ലേ. പിന്നെ അവിടെ പോയി ഇന്നത്തെ രീതി രാവിലെ വൈകിട്ടും തമ്മിൽ മാന്തിക്കൊണ്ട് കണ്ടുകൊണ്ടിരിക്കും. ശരിയാണോ? ഇന്നത്തെ സിസ്റ്റം അങ്ങനെയല്ലേ അല്ലേ? ജോലിയിലും മാന്തും,
ബെഡ്റൂമിൽ മാന്തും, അവിടെ മാന്തും, ഇവിടെ മാന്തും. ഇങ്ങനെ മാന്തുമ്പം ഈ ന്യൂസിലൻഡിലിരിക്കുന്ന ചെറുക്കൻ കുവൈറ്റിലിരിക്കുന്ന പെണ്ണിനോട് പറയുമോ, നമ്മുടെ കല്യാണം നടക്കാൻ ഇനി ഒരു 1.5 മാസം ഉണ്ടല്ലോ, ഞാൻ ഇവിടെ, നീ കുവൈറ്റിലോ, ഒരു കാര്യം ചെയ്യും, ആ 1.5 മാസത്തേക്ക് നീ വേറെ ഒരുത്തിൻ്റെ കൂടെ പോകുന്നതിന് എനിക്കൊരു വിരോധമില്ലെന്ന് പറയുമോ? അവൻ്റെ രക്തം തിളയ്ക്കുമോ? അങ്ങനെയാണെങ്കിൽ വിലയേറിയ നിസ്തുല്യ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് മേടിച്ച കാന്തയാക്കിയ നമ്മളെ സാത്താന്റെ മണവാട്ടിയാക്കുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. അവൻ്റെ രക്തം കൊണ്ട് വിലക്കെടുത്ത നമ്മളെ സ്വർഗത്തിൽ ചേർത്ത ശേഷം മാത്രമേ എതിർ ക്രിസ്തു ഈ ലോകം ഭരിക്കത്തുള്ളൂ. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നിങ്ങൾ വെളിപ്പാട് പുസ്തകം സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ 3-ാം അധ്യായത്തിൽ സഭയോടുള്ള ദൂത് പറഞ്ഞ് എനിക്ക് പ്രിയമുള്ളവരെ ഞാൻ ശിക്ഷിക്കുകയും ശാസിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പിന്നെ വെളിപ്പാട് പുസ്തകം 18 അധ്യായങ്ങളിലും സഭയെക്കുറിച്ച് ഒരു പരാമർശവുമില്ല. പിന്നെ സഭയെ കാണുന്നത് അർമഗദോൻ യുദ്ധവും കഴിഞ്ഞ് വെളിപ്പാട് 19:7 കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുങ്ങിയിരിക്കുന്നു. ദൈവമക്കളെ, അതുകൊണ്ട് ധൈര്യത്തോടെ ഞാൻ പറയുന്നു, സഭ മഹോപദ്രവത്തിന് മുൻപെടുക്കപ്പെടും. മഹോപദ്രവത്തിൻ്റെ നടുവിലെടുക്കപ്പെടും എന്നൊക്കെ പഠിപ്പിക്കുന്നവർക്ക് അവരുടേതായ ന്യായങ്ങൾ കണ്ടേക്കാം. അതിനെ ഞാൻ വിമർശിക്കുന്നില്ല. പക്ഷെങ്കിൽ വസ്തുനിഷ്ഠമായി നിഷ്പക്ഷമായി പഠിച്ചാൽ സഭ എടുക്കപ്പെടും. അടുത്ത കാര്യം, സാത്താന് ശക്തിയുണ്ട്, ഡെവിളിക് പവറാണ്. അവൻ എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ഇപ്പോൾ വെളിപ്പെടുന്നില്ല? അവനേക്കാൾ ശക്തിയുള്ളവൻ ഈ ഭൂമിയിലുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. 2 തെസ്സലോനിയർ 2:7 തടസ്സപ്പെടുത്തുന്നവൻ വഴിയിൽ നിന്നും മാറിപ്പോകണം. ഏതാ? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവത്തിൻ്റെ ശക്തിയാണ്. ആ ശക്തി ഭൂമിയിൽ പെനട്രേഷൻ ചെയ്യുന്നതിനാൽ അവന് കയറാനൊക്കത്തില്ല. ആ ശക്തി ഇന്ന് എവിടെയാണ്? ലോകത്തെ സൃഷ്ടിക്കുന്നതിന് മുൻപേ വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പഴയ നിയമകാലത്തെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ മാത്രമായിരുന്നു. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും പതിച്ചതിനാൽ ഇതിനകത്തിരിക്കുന്നവരുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുണ്ട്. അത് സാത്താൻ അറിയാം. ആ ശക്തിയോട് അവൻ എതിരിടാനൊക്കത്തില്ല. നമുക്ക് പലർക്കും സാത്താനെയാണ് പേടി, അല്ലേ? യഥാർത്ഥത്തിൽ അവന് നമ്മളെയാണ് പേടി. പക്ഷെ നമ്മൾ ഈ ചിലർ വെളിയൊക്കെ പറഞ്ഞാൽ അവനെ കാണുമ്പോൾ കേൾക്കുമ്പോൾ ചെറിയ പേടി, അല്ലേ? പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എങ്കിൽ അവൻ നിങ്ങളെ വിട്ട് എങ്ങനെ പോകും? അപ്പോൾ ആർക്കാ പേടി? അവനോ നമുക്കോ? നിങ്ങൾ സഹകരിച്ച് പറ. നമ്മുടെ പിശാചാര അലറുന്ന സിംഹം ആണോ? സിംഹം എന്ന പോലെ. നമ്മുടെ കർത്താവോ? യഹൂദാ ഗോത്രത്തിലെ വ്യത്യാസം കണ്ടോ? അവൻ ഫേക്കാ. ഞാൻ നല്ലൊരു അനുഭവത്തിൻ്റെ ഉദാഹരണം പറയാം. ഏതാണ്ട് ഒരു 10-30 വർഷം മുമ്പ്, 20-25 വർഷം മുമ്പാണ്, കോട്ടയം പട്ടണത്തിൽ KK റോഡിലൊരു ഒരു ജ്വല്ലറി ഉണ്ട്. ജോസ്കോ ജ്വല്ലറി എന്ന് പറയും, തൃശ്ശൂർക്കാരുടെ. അതിൻ്റെ വാതുക്കലൊരു സെക്യൂരിറ്റിയെ നിർത്തുമായിരുന്നു. അന്ന് മൊബൈലുള്ള കാലമല്ല, അതുകൊണ്ട് സെക്യൂരിറ്റിയാണ്. പ്രധാനപ്പെട്ട കടകളിലെല്ലാം സെക്യൂരിറ്റിയെ നിർത്തുമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ സഞ്ചരിച്ചിടത്തെങ്ങും ഇത്രയും സൗന്ദര്യമുള്ളൊരുത്തനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അതിലേ പോകുമ്പോൾ ഞാനൊരു എഴുത്തുകാരനോ നോവലിസ്റ്റും ആയതുകൊണ്ട് ഇതെല്ലാം നിരീക്ഷിക്കുന്ന കൂട്ടത്തിൽ ഇവനെ കണ്ടു നിന്നിട്ടുണ്ട്. ഞാൻ അവൻ്റെ ഒരു ആകാരം പറയാം. അവൻ്റെ മുഖത്തെ മീശ എന്ന് പറഞ്ഞാൽ ഈ പടിഞ്ഞാറൻ പ്രദേശത്ത് ഒരു കെട്ടോളിലെടുത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതുപോലാണ് അവൻ്റെ മീശ. തലമുടി എന്ന് പറഞ്ഞാൽ ഒരു 200 കിലോ കറുത്ത കച്ചി എടുത്ത് ഇങ്ങനെ ഇട്ടാൽ എങ്ങനെയാണ് അത് അവൻ്റെ മുടി. നല്ല പശയുള്ള കുപ്പായം, വട്ട കണ്ണ്, കണ്ടാലോ നല്ല പരമ സുന്ദരൻ. ആരും പേടിക്കും. അവൻ്റെ കണ്ണ് കണ്ടാൽ മതി കള്ളൻ ഓടിപ്പോകും. ഇവൻ ഇങ്ങനെ ആ ജോസ്കോ ജ്വല്ലറിൻ്റെ വാതിൽക്ക് നിൽക്കും. അന്നത്തെ അതിൻ്റെ ചീഫ് മാനേജർ ഇന്നും ഉണ്ട്, പക്ഷേ റിട്ടയർഡായി. എൻ്റെ വീടിൻ്റെ വാതിൽക്കലാണ് താമസിക്കുന്ന ഒരു കത്തോലിക്ക സഹോദരനാ. തരകൻ എന്നാ പേര്. ഞാൻ വിളിക്കുന്നത് മോനെന്നാണ്, കാരണം എൻ്റെ മോനുമായിട്ട് പഠിച്ചത്, അതുകൊണ്ടാണ്. അപ്പം ഞാൻ മോനോട് ചോദിച്ചു, മോനെ ഇത്രയും സുന്ദരനെ നിങ്ങൾ ഈ സെക്യൂരിറ്റി ആയിട്ട് നിർത്തിയാൽ മോശമായി. ഇവനെ പിടിച്ച് കൗണ്ടറെ നിർത്തിയിരുന്നെങ്കിൽ, സെയിൽസ്മാനായിട്ട് നിർത്തിയിരുന്നെങ്കിൽ, ഒന്നിൽ ഇവനെ കണ്ടുകൊണ്ടെങ്കിലും പെമ്പിള്ളേർ വളയെടുത്ത് തന്നെയെന്ന്. ഉടനെ എന്നോട് മോൻ പറഞ്ഞു, അച്ഛാ എന്നോട് ഇപ്പം ഞാൻ ഇതിനൊക്കെ എന്നാ പറയാനാ, നിങ്ങളാണ് ഈ സ്വർണ്ണം ഉപയോഗിക്കുന്നവരുള്ള. മോൻ ഒഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഏറ്റവും ആദരണീയരായ 2 ഗസ്റ്റ് ഫാമിലിയോടെ വരിക. അതുകൊണ്ട് ഇന്നത്തെ സൂപ്പർ മാർക്കറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതിനാൽ രാവിലെ 6 മണിക്ക് പോകണം.
എനിക്ക് മീൻ മേടിക്കാൻ ഞാൻ തന്നെ പോവുക. അന്നത്തെ എൻ്റെ ഡ്രൈവറാണ് ഇന്നും എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. ഇപ്പോൾ വെളിയിൽ നിൽപ്പുണ്ട് റോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ ഏത് മീൻ മേടിക്കണം എന്നുള്ള രീതിയിലായി പോകുന്നത്. നെയ്മീൻ കിട്ടുമോ വറ്റ കിട്ടുമോ എന്നൊക്കെ ചിന്തിച്ച് പോയി. ഈ കടയുടെ അവിടെ നിന്നപ്പോൾ മീനൊക്കെ പോയി. എനിക്കിവനെ കാണുന്നു. ഞാൻ 6:30 അന്നേരം രാവിലെ. ഞാൻ പറഞ്ഞു റോയി വണ്ടി പതുക്കെ വിടാൻ പറഞ്ഞു. കുറച്ച് നേരം ഇവനെ കാണാനാണ്. റോയി വണ്ടി പതുക്കെ. അപ്പോഴാണ് എനിക്ക് ഇവൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുക. രാത്രി ഡ്യൂട്ടിയാണ്. പോവുക, വീട്ടിൽ പോവുക, ഭാര്യയായിട്ടിരിക്കൽ. അവൻ ചെയ്ത പരിപാടി കേൾക്കണോ? ഒരു ബാഗ് അങ്ങോട്ട് തുറന്നിട്ട് ഈ കൊമ്പമീശ എടുത്ത് അങ്ങോട്ട് വെച്ചു. അടുത്തത് കേട്ടോളാം. അതിലൊക്കെ രസം അതാ. ഈ തലയിലിരുന്ന് 200 കിലോ കച്ചിയുണ്ടല്ലോ, അതുപോലെടുത്ത് വെച്ചു. ഇവിടുത്തെ ദൈവദാസന്മാരുടെ തലയിൽ ഇന്ന് മാത്രം രോഗം. ഇവൻ്റെ തലയെന്ന് പറഞ്ഞാൽ അസൽ കലം കമത്തിയതുപോലെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ അടുത്ത് നിന്നു, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇവനൊരു 80 വയസ്സുള്ള പടുകളവനാണ്. ഇവനെ ഊതിയാവൻ താഴെ പോകും. പക്ഷേ ആളുകളെ പേടിപ്പിക്കാൻ ആ കമ്പനിക്കാർ ചെയ്ത പരിപാടിയാകും. ഒമ്പം വീശം വെച്ച് തലയിൽ ഈ കറുത്ത കച്ചി ഫിറ്റ് ചെയ്ത് നല്ല പശയുള്ള യൂണിഫോം ഇട്ട് ഇരുത്തിരിക്കുക. ദൈവമക്കളെ സംബന്ധിച്ച് സാത്താൻ അത്രേ ഉള്ളൂ. അതുകൊണ്ട് ആ പിശാചിനോട് എതിർത്തു നിൽപ്പീൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെതിരെ, ബിസിനസ്സിനെതിരെ, ജോലിക്കെതിരെ, ചിന്തകൾക്കെതിരെ, ആരാധനക്കെതിരെ, ആത്മീയതക്കെതിരെ അവൻ അലറുന്ന സിംഹം പോലെ വരും. അവനോട് പറയണം, നീ ഫേക്കാ, നീ ഫേക്കാ. എന്റെ കർത്താവാണ് യഥാർത്ഥ സിംഹം. നമ്മൾ ധൈര്യത്തോടെ അവനോട് എതിർത്ത് നിൽക്കണം. ധൈര്യത്തോടെ എതിർക്കണം. സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, സാത്താന്യ 3 തൃത്വം പറയുക. 1 മഹോപദ്രവത്തിൽ ഇവർ 3 പേരും ഭരിക്കും. സാത്താന്റെ ഓഫീസാണ് വെളിപ്പാട് 18 കാണുന്ന ബാബിലോൺ നഗരം. ഭയങ്കര പ്രവചന നിവൃത്തിയാകും. സംഭവം എവിടം വരെയായെന്നറിയാവോ? പുരാതന ബാബിലോണിനെ കുറിച്ച് ഉള്ള പ്രവചനങ്ങൾ നിവർത്തിച്ചിട്ടില്ല. യെരമ്യാ പ്രവചനം 51:26 പറയുന്നുണ്ട്. ഒന്ന് വായിച്ചേ. യെരമ്യാവ് 51:26 വായിച്ചേ. യെരമ്യാവ് 51:26. നിന്നിൽ നിന്ന് അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാനക്കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാതെ വണ്ണം നീ നിത്യശൂന്യമായി ഭവിക്കണം. ബാബിലോണിന്റെ അവസ്ഥ, പുരാതന ബാബിലോൺ പട്ടണം നഷ്ടപ്പെട്ടു പോയത് അങ്ങനെയല്ല. കാലാവസ്ഥയുടെ മാറ്റത്താൽ 3 ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പം ഉണ്ടായപ്പോൾ ശാപമാണെന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഇറാഖിൽ ഉണ്ടായിരുന്ന പട്ടണമാണ് ബാബിലോൺ. അവിടെയാണ് നെബൂഖദ്നേസർ 2 രഥങ്ങൾ നിർമ്മിച്ച ഓടാവുന്ന കോട്ട നിർമ്മിച്ചിരുന്നത്. എല്ലാവിധ ജഡീക സംതൃപ്തിയുടെ ഒരു രംഗമായിരുന്നു അത്. ബാബിലോൺ ദ കൾച്ചർ എന്ന് പറഞ്ഞ് വായിച്ചാൽ കാണാം. കമ്പ്യൂട്ടറിൽ നിങ്ങൾ നോക്കിക്കോണം. ആൻഷ്യൻ ബാബിലോൺ കൾച്ചർ. അവിടെ സംസ്കാരവും ഉണ്ടായിരുന്നു ഒരു ഭാഗത്തെ. ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ പൈപ്പിൽ വെള്ളം വരുന്ന ഇലക്ട്രിക്കൽ പവറിലല്ലേ. വൈദ്യുതി കണ്ടുപിടിച്ചത് വെറും 250 വർഷമേ ആയുള്ളൂ. അന്ന് വീടുകളിൽ പ്രത്യേക വിധത്തിൽ പൈപ്പിൽ വെള്ളം വരുമായിരുന്നു. അപ്പോൾ അത്ര ഭയങ്കര സംസ്കാരം ഒരു ഭാഗത്തെ. മറുഭാഗത്ത് മഹാമ്ലേച്ഛത. ആ പട്ടണം 35 വർഷത്തെ ഇടയിൽ 3 എർത്ത് ഉണ്ടായി ശാപമാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി. അവരോടിപ്പോയി കാട് പിടിച്ച് കിടക്കുക. അവിടെയാണ് ഈ ഇറാൻ ഇറാഖിന് യുദ്ധത്തിന് ശേഷം അമേരിക്കയെ ഭയന്ന് സദാം ഹുസൈൻ ഒളിച്ചു കിടപ്പണമെന്ന് പറഞ്ഞ് അമേരിക്ക ബോംബ് ചെയ്തത്. എന്നാൽ ആ പട്ടണത്തെക്കുറിച്ചുള്ള പ്രവചനം കണ്ടോ? നീ നിത്യശൂന്യമാകും. അത് വെളിപ്പാട് 18 കാണാം. 2 മണിക്കൂർ കൊണ്ട് ദൈവം കത്തിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു പട്ടണം ഉണ്ടാകണം. നിങ്ങളൊരു ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ ഇറാഖിലുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചേ. അവിടെ ചെന്നാൽ കാണാം. സദാം ഹുസൈൻ്റെ സ്വപ്നമായിരുന്നു പുരാതന ബാബിലോൺ പണിയാൻ. 9 ലക്ഷം മാർബിൾ ബ്രിക്സ് അവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട്. ഇത് പണിയാൻ അദ്ദേഹം നിർമ്മിച്ചു വെച്ചത്. കേട്ടോണം. കർത്താവിൻ്റെ വരവിന് ശേഷം ആ പട്ടണമായിരിക്കും ലോകത്തിൻ്റെ എല്ലാവിധ മ്ലേച്ഛത വ്യാപാരത്തിൻ്റെ കേന്ദ്രം. അതാണ് വെളിപ്പാട് 18 പറയുന്ന ട്രേഡ് ബാബിലോൺ. നോക്കിക്കേ, എൻ്റെ പ്രവചനം കേൾക്കണമോ? അതിൻ്റെ ലോകത്തിൽ നടക്കുന്ന സംഭവം നിങ്ങൾ ചിലരെങ്കിലും അറിയും. ചൈന ഒരു റോഡ് നിർമ്മിച്ചു കഴിഞ്ഞു. ആ റോഡിൻ്റെ പേരാണ് 1 ബെൽറ്റ് 1 റോഡ്, സിൽക്ക് റോഡ് എന്ന് പറയും. ഇംഗ്ലണ്ടിൽ നിന്ന് ആരംഭിച്ച് ഇംഗ്ലീഷ് ചാനൽ യൂറോപ്പിൽ കയറി, ആഫ്രിക്ക കറങ്ങി, ഏഷ്യ കയറി, പാകിസ്ഥാൻ വഴി. ഇന്ത്യ സമ്മതിച്ചിട്ടില്ല. അപ്പോൾ ഇന്ത്യയെ ഓർത്ത് അഭിമാനിക്കുന്നു.
ഇന്ത്യ മാത്രം ആ റോഡിന് അനുവാദം കൊടുത്തില്ല. ടിബറ്റ് വഴി, ആ ചൈന വഴി ജപ്പാനിൽ ചെന്ന് തിരിച്ചു വന്ന് സിംഗപ്പൂർ വഴി ചൈനയിൽ അവസാനിക്കുന്ന ഒരു റോഡുണ്ട്, 1 ബെൽറ്റ് 1 റോഡ്. ആ റോഡിൻ്റെ ഏറ്റവും വലിയ ഹബ്ബാണ് അവർ പ്ലാൻ ഇട്ടിരിക്കുന്നത് ബാബിലോൺ പട്ടണം. തീർന്നില്ല. ഇപ്പോൾ ജപ്പാൻ പറയുന്നു ഇറാഖിനോട്, ഞങ്ങൾ ആ പട്ടണം റീബിൽഡ് ചെയ്ത് തരാം, അവിടുത്തെ ബിസിനസ്സിൻ്റെ ഒരു നല്ല പേഴ്സൻ്റ് ഞങ്ങൾക്ക് തന്നാൽ മതി. ദൈവമക്കളെ, വചനം നിറവേറുന്നത് കണ്ടോ? സഭയെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ സാത്താൻ്റെ ഓഫീസ് അതായിരിക്കും. 2, ആൻറ്റി ക്രൈസ്റ്റ് ആരാന്ന് നമുക്ക് നാളെ സമയമുണ്ട് ചിന്തിക്കാം, അല്ലെ ഇന്ത്യ ചിന്തിക്കാം. ആൻറ്റി ക്രൈസ്റ്റ് ജെറുസലേമിൽ തൻ്റെ ഓഫീസിടും. അതിൻ്റെ മുന്നോടിയാണ് ഈ കഴിഞ്ഞ വർഷത്തിലും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഹമാസ് യുദ്ധം. കണ്ടോ, ഇസ്രായേൽ ഈ കളിയെല്ലാം കളിച്ചിട്ടും ഗാസ കൈ കിട്ടത്തുമില്ല. തീർന്നില്ല. ഞാൻ ഒടുവിൽ പറയും, ജെറുസലേം കയ്യിൽ നിന്ന് പോകാൻ പോവുക. അവൻ അവിടെ ഓഫീസിടും. അവൻ സാത്താൻ ലോകത്തിൻ്റെ ജനതയുടെ എക്കണോമി നിയന്ത്രിക്കും. കർത്താവിൻ്റെ വരവിന് ശേഷം മഹോദ്രവത്തിൽ എക്കണോമി മുഴുവൻ അവൻ്റെ കയ്യിലായിരിക്കും. അതിൻ്റെ മുന്നോടിയാണ് ഇന്ന് അങ്ങോട്ട് ഓൺ ചെയ്താൽ വീട്ടിൽ സാധനം വരുന്നുണ്ടോ മോളെ? ഉണ്ടോ? മസാല ദോശ മുതൽ ടൊയോട്ട കാർ വരെ വീട്ടിൽ വരും. എന്നാ സന്തോഷമല്ലേ? അന്ന് അവൻ തീരുമാനിക്കും, കടയെ വരണ്ട, ഞാൻ പറയുന്നവർക്ക് ഞാൻ പറയുന്ന സാധനം ഞാൻ പറയുന്ന വിലയ്ക്ക് നിൻ്റെ വീട്ടിലെത്തിക്കും. കണ്ടീഷനുണ്ട്, നീ എൻ്റേതാണെന്ന് സമ്മതിച്ച് നിൻ്റെ കയ്യിൽ എൻ്റെ അടയാളം. ആശയം മനസ്സിലായോ? അതിൻ്റെ മുന്നോടിയായി. ഇപ്പോൾ ഓൺലൈനൊക്കെ കാണുന്നത്, നമ്മളൊക്കെ ഓൺലൈനാണ്. അതിന് ഇപ്പോൾ ചെയ്യുന്നതിന് ഒരു തെറ്റുമില്ല, ചെയ്തോ. പക്ഷെങ്കിൽ അത് മറ്റേ പരിപാടിക്കുള്ളതാണ്. സകല ബിസിനസ്സോടെ നിയന്ത്രിക്കുമ്പോൾ എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ് ജെറുസലേമിൽ ഓഫീസിട്ട് യഹൂദനെയും ലോകത്തെ, അവൻ്റെ ലക്ഷ്യം യഹൂദനാ. കർത്താവ് പറഞ്ഞു, യഹൂദന്മാരോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊള്ളുന്നില്ല, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ കൈക്കൊള്ളും. യോഹന്നാൻ 5:43 നിവർത്തിക്കും. അവൻ എതിർ ക്രിസ്തു യഹൂദനെ നിയന്ത്രിക്കും. ദുഃഖത്തോടെ പറയാം, കള്ളപ്രവാചകൻ. വെളിപ്പാട് 13:12. 7 മലമേൽ പണിതിരിക്കുന്ന ഒരു പട്ടണമുണ്ട്. ആ പട്ടണത്തിൽ താമസിച്ചുകൊണ്ട് കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭയെ നിയന്ത്രിക്കും. ലോകത്തിൽ ഒറ്റ പട്ടണമേ ഉള്ളൂ 7 മലമേൽ. ഏതാ അറിയാമോ? ഇല്ല. ഒരാൾ പറഞ്ഞവിടെ. യെസ്, പറഞ്ഞാട്ടെ. റോം. വെളിപ്പാട് 17 സ്ത്രീ ഇരിക്കുന്നത് 7 മല. ആ പട്ടണത്തിൻ്റെ പേര് ഞാൻ പറയാം, ഒറ്റ പ്രാവശ്യം പറയാം. രണ്ടാമത് പറയുന്നയാളിന് 500 രൂപ പ്രസന്റ്. അറവന്തൽ, കൊറിനാൽ, പാലത്തിൽ, ചേളിയൻ, വിമലൻ, എസ്കോലിയൻ, കാപ്പി. 7 ലാറ്റിൻ പേരാ. ഈ രൂപ എൻ്റേത് പോകാതിരിക്കാനാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞത്, മനസ്സിലായി? അറവന്തൽ, കൊറിനാൽ, പാലത്തിൽ, വിമലൻ, ചേളിയൻ, എസ്കോലിയൻ, കാപ്പി. 7 മലമേലിരിക്കുന്ന പട്ടണത്തിൽ കള്ളപ്രവാചകൻ ഓഫീസിട്ട് കൈവിടപ്പെട്ടു പോകുന്ന ക്രൈസ്തവ സഭയെ നിയന്ത്രിക്കും. അതാണ് ക്രൈസ്തവ സഭകളിൽ ഇന്ന് വിശ്വാസത്യാഗം. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. ക്യാൻസർ പല വിധത്തിലുണ്ട്. ഇതിനിടയ്ക്ക് ആത്മീയ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം. ക്യാൻസറിന് പ്രധാനമായിട്ട് 4 വിധത്തിലാണ് ക്യാൻസർ നമ്മൾ അറിയപ്പെടുന്ന ക്യാൻസർ. കാർസിനോമ, സർക്കോമ, ലുക്കീമിയ, ലിംഫോമ. മെഡിക്കൽ സ്റ്റാഫുള്ളവരൊന്ന് കൈവക്കിക്ക്. ഞാൻ പറഞ്ഞത് ശരിയാണോ ആൻറ്റി? അല്ല, ആണോ? 4 ക്യാൻസറാ ഞാൻ ഈ പറഞ്ഞത്. കാർസിനോമ, സർക്കോമ, പിന്നെ ലുക്കീമിയ, ലിംഫോമ. സർക്കോമയാണ് നമ്മുടെ ആളുകളിൽ 90% കാണുന്നത്. അതായത് യൂട്രസ് ക്യാൻസർ, തൊണ്ടയ്ക്ക് ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, കഴുത്തിന് ക്യാൻസർ, സാർക്കോമ. രണ്ടാമത്തെ അതിൻ്റെ ചേടുത്തിയ അല്പം കൂടെ കൂടിയതാ സർക്കോമ, ബോൺ ക്യാൻസറാ. മൂന്നാമത്തെ ചേടുത്തിയ അതിനൊക്കെ കട്ടിയ ലുക്കീമിയ, ബ്ലഡ് ക്യാൻസറാ. നാലാമത്തത് കടുകട്ടിയ, അത് വന്നാൽ കൂടിയ 4 ആഴ്ച. അതാണ് ലിംഫോമ. എന്നാ അറിയാവോ? നമ്മുടെ പ്രതിരോധ ശക്തിയെ മുഴുവൻ തീർക്കും. ക്രൈസ്തവ സഭകളിൽ സാത്താൻ ഇത് വരുന്നതിൻ്റെ ഏത് ജീനാണെന്നറിയാവോ? ക്യാൻസർ വരുത്തുന്നത് അറിയത്തില്ല. ഓങ്കോജിൻ. ദൈവമക്കളെ, നമ്മുടെ ശരീരത്തിൽ കൂടി എല്ലാം ഈ ഓങ്കോജിൻ കയറി പോകുന്നുണ്ട്.
നമുക്ക് വരാൻ ഇതുവരെ ക്യാൻസർ പിടിക്കാഞ്ഞത് നമ്മുടെ തമ്പുരാൻ നമുക്കതിനെ എതിർക്കാനുള്ള ശക്തി തന്നുകൊണ്ടാണ്. അല്ലാതെ ഈ ഓങ്കോജി നമ്മുടെ ശരീരത്തിൽ കൂടെ ഒക്കെ കയറി പോയിട്ടുണ്ട്. ഈ കെമിക്കൽ ലോകമാണ്, ഇത് മുഴുവൻ കെമിക്കൽ വേൾഡാ. ഇരിക്കുന്നത് കസേരയിലല്ല, നാഫ്തായിലാണ്, പെട്രോളിൻ്റെ വേസ്റ്റ് ഉണ്ടാക്കിയ കസേരയാണ്. അപ്പോൾ ഇതേ ഈ ഓങ്കോജി നമ്മുടെ ശരീരത്തിൽ കൂടെ കയറി പാസ് ചെയ്യുന്നുണ്ടെങ്കിലും തമ്പുരാൻ നമുക്കതിനെ പ്രതിരോധിക്കാൻ ശക്തി തന്നുകൊണ്ട് നമ്മൾ നിൽക്കുന്നത്. ഈ ഓങ്കോജിൻ ക്രൈസ്തവ ഗോളത്തിൽ സാത്താനാകുന്ന അവൻ്റെ ശക്തിയാകുന്ന ഓങ്കോജിൻ ക്രൈസ്തവ ഗോളത്തിൽ 4 ക്യാൻസർ അയക്കുന്നുണ്ട്. അത് ഈ ശരീരത്തിൽ വരുന്ന ക്യാൻസറിനേക്കാൾ കട്ടിയാണ്. അതാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുന്ന 4 ക്യാൻസർ. 1 സ്ഥാനമോഹം. യോ ഒരു കസേര കൊടുത്തില്ലെങ്കിൽ അല്ലേ, ശരിയാണോ? വീട്ടിൽ വന്നൊന്ന് വിളിച്ചില്ലെങ്കിൽ, ഒന്ന് കൈ കൊടുത്തില്ലെങ്കിൽ, അവഗണിച്ചാൽ തീർന്നു. 2 അധികാരമോഹമല്ല, അധികാരഭ്രാന്ത്. ശരിയാണോ? അധികാരമോഹമല്ല, അധികാരഭ്രാന്ത ചിലർക്ക്. അതങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, ഒന്നാമൻ ഒടുക്കത്തെ പോലെ ഇതെല്ലാം തിരിഞ്ഞു. 3 ദ്രവ്യാഗ്രഹം. ക്യാൻസറാ. നമുക്ക് പണം ആവശ്യമുണ്ട്, പൈസ ഇല്ലാതെ ഞാൻ പെന്തിക്കോസുകാരനാണെന്ന് വണ്ടിയെ കയറി ഇറക്കി വിടും. ആണോ? സ്വർഗത്തിൽ പൗരത്വം ഉണ്ടെന്ന് കടയിൽ ചെന്ന് സാധനം മേടിക്കാവോ? വി നീഡ് മണി. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മുഴുവൻ, നാളത്തെ നിങ്ങളുടെ ആവശ്യമുള്ളത് എൻ്റെ കർത്താവിൻ്റെ കൃപയുടെ കരുതലിൽ ഇന്ന് കരുതിയിട്ടുണ്ട്. വിശ്വസിച്ചാൽ അവൻ ആവശ്യമുള്ളത് തരും. അതിനപ്പുറം ചിന്തിച്ചാൽ അത് ദ്രവ്യാഗ്രഹമാ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. പൈസ ഇല്ലാതെ ജീവിക്കാനൊക്കത്തില്ല, പൈസ വേണം. കർത്താവിന് കാശ് വേണമായിരുന്നു ടാക്സ് അടയ്ക്കാൻ, പിന്നെയാണോ നമുക്ക് വേണ്ടാത്തത്? പക്ഷെങ്കിൽ ദ്രവ്യാഗ്രഹമല്ല. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ എങ്ങനെ തീർത്തേരും? ഈ സ്വോത്രയാഴ്ച ഇടുന്നത് എങ്ങനെയാ? അവനവൻ്റെ സ്റ്റാറ്റസിലാ. ആണോ? അവനവൻ്റെ സ്റ്റാറ്റസിലിടുവോ അല്ലാതെ ഇടുവോ? കൃപയുള്ളവനാണെങ്കിൽ അവനവൻ്റെ സ്റ്റാറ്റസിലാണ്. ഇതിനിടെ ഞാനൊരു ആത്മീയ കാര്യം കൂടെ പറയാം. നിങ്ങൾ ദൈവം ക്ഷമിക്കണം, അന്ത്യകാല സംഭവങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് പ്രയോജനമുള്ള കാര്യങ്ങളെല്ലാം വേണ്ടേ ഇതിനകത്ത്. ദാവീദ് എന്ന് പറയുന്ന വ്യക്തിക്ക് 6 യോഗ്യത. ഞാൻ ഇടയ്ക്കൊന്ന് വിഷയം വിട്ടുപോകുക. ദേവദാസന്മാരെ, ആത്മീയ വർധനം നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് നിങ്ങളുടെ അനുവാദത്തോടെയാണ് അല്പം ഡിബേറ്റ് ചെയ്ത് സംസാരിച്ചോട്ടെ. കുഴപ്പം അതോ അന്ത്യകാല സമയം മാത്രം മതിയോ? എങ്ങനെയാ? സ്തോത്രം സാറേ, എങ്ങനെയാ? ഓക്കെ. ദാവീദിന് 6 പ്രത്യേകത. ലോകത്തിൽ ഒരു മനുഷ്യർക്കും ആ പ്രത്യേകതയില്ല. ഞാൻ ഈ സ്വോത്രകാഴ്ച കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആശയമാണ്. ദൈവത്തിന് പ്രിയങ്കരൻ, ദൈവത്തിൻ്റെ ഹൃദയമുള്ളവൻ. 3 ഇസ്രായേലിലെ ശ്രേഷ്ഠനായ രാജാവ്. 4 മധുരഗായകൻ. അദ്ദേഹത്തിൻ്റെ ഗാനമായി ഇന്നും നമ്മൾ പാടി സന്തോഷിച്ചത്. ആണോ? 5 ഗോലിയാത്തിനെ നിഗ്രഹിച്ച് ഇസ്രായേലിൻ്റെ മാനം കാത്തവൻ. 6 അത് ഭയങ്കര. 6 എൻ്റെയും നിങ്ങളുടെയും രക്ഷയ്ക്ക് യഹോവയായ ദൈവം മനുഷ്യനായി അവതരിക്കാൻ തെരഞ്ഞെടുത്ത ഗോത്രം ദാവീദിന്റെ ഗോത്രം. ഈ അഭിഷിക്തനായ ദാവീദ് ഒരു മെഡിക്കൽ സ്റ്റാഫ് ആൻറ്റി ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അഭിഷിക്തനായ ദാവീദ് ഭയങ്കരമായ 3 പാപം ചെയ്തു. ധാർമ്മിക പാപം, ആത്മീയ പാപം, രാഷ്ട്രീയ പാപം. സ്പിരിച്വൽ സിൻ, മോറൽ സിൻ, പൊളിറ്റിക്കൽ സിൻ. ഈ 6 പ്രത്യേകതയുള്ള അഭിഷിക്തൻ. അപ്പം നമ്മുടെ കാര്യമോ? ആത്മീയ പാപം. തെരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാർ ശുദ്ധിയോടെ തോളിൽ വെക്കേണ്ട യഹോവയുടെ പെട്ടകം വാഴക്കൊല, ഏത്തക്കൊല കയറ്റുന്ന പോലെ കാളവണ്ടിയെ കയറ്റി. രാഷ്ട്രീയ പാപം 2 Samuel 24 കാണാം. ജനത്തിന്റെ സംഖ്യ എടുപ്പാൻ പാടില്ല ചെയ്തു.
മേധാവികളും അഡ്വൈസേഴ്സ് കാല് പിടിച്ച് പറഞ്ഞു ചെയ്യരുത്, പാപമാ. ചെയ്തു. മൂന്നാല് പാപം ഒന്നിച്ച: ഗൂഢാലോചന, കൊലപാതകം, വ്യഭിചാരം. ഈ വ്യക്തി എങ്ങനെ ഇത് ചെയ്തു? നോക്കിക്കഴിഞ്ഞാൽ വിഷയത്തിലേക്ക് വരിക. ദാവീദ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്ഥിതി എന്താ? നമ്മളെങ്ങനെ ഈ പാപം ചെയ്യുന്നത്? അഭിഷിക്തരാണല്ലോ നിങ്ങളും ഞാനും. എങ്ങനെ നമ്മളിൽ പാപമില്ലെന്ന് അത് വേറൊരു വിഷയമാണ്. നമ്മളിൽ എങ്ങനെയാണ് തെറ്റ് ചെയ്യുന്നത്? നമ്മളെ തെറ്റിലേക്ക് നിയന്ത്രിക്കുന്ന സഹോദരന്മാരുടെ ഞങ്ങളുടെ തലയിൽ ഒരു അച്ചായൻ ഇരിപ്പുണ്ട്, നിങ്ങളുടെ തലയിൽ ഒരു ആൻറ്റി ഇരിപ്പുണ്ട്. ഈ ആൻറ്റിയുടെ ടെക്നോളജി ഇത് മുഴുവൻ. സഹോദരന്മാരായ ഞങ്ങളുടെ തലയിൽ ഒരു അച്ചായൻ, നിങ്ങളുടെ തലയിൽ ആരാ? ഒരു ആൻറ്റി. ആ ആൻറ്റിയുടെ അച്ചായൻ്റെ പണി അറിയാമോ? ദേവദാസന്മാർ പറയും സ്വത്രാഴ്ച എടുക്കാം, വേഴ്സ് തുറക്കും, സഹോദരന്മാർ വായു തുറക്കും, സഹോദരന്മാർ വേഴ്സ് തുറക്കും. 500 ഇരിപ്പുണ്ട്, 200 ഇരിപ്പുണ്ട്, 100 ഇരിപ്പുണ്ട്. വിരൽ അങ്ങോട്ട് ചെന്ന് ഒടുവിൽ ചെല്ലുന്ന 20 ഇതെങ്ങനെ ഒത്തു? 500 200 100 50 20 വിരൽ ചെല്ലുന്നത് 500 മാറും, 200 മാറും, 100 മാറും, 50 മാറും, 20 ചെല്ലും. അങ്ങനെയാണ് എല്ലാ കാര്യത്തിനും. അതിന് പറയാൻ സയൻറ്റിഫിക്കൽ വേർഡ്സ് ഞാൻ പറയാം. POMC അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞുതരും. പ്രോ ഓപ്പിയോ മെലനോകോർട്ടിൻ സയൻസാണ്. നമ്മുടെ ന്യൂറോ സിസ്റ്റത്തിൽ ഒരു ന്യൂറോണാണ് പ്രോ ഓപ്പിയോ മെലനോകോർട്ടിൻ. ഇതാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇത് നമ്മളെ നിയന്ത്രിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇഷ്ടത്തിന് നിയന്ത്രിക്കും. നമ്മുടെ ഹിപ്പോ കാമ്പസിലിരിക്കുന്ന ന്യൂറോ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂറോണാണ്. അതിന് ഷോർട്ട് ഫോമാണ് POMC. അതിൻ്റെ ഫുൾ നെയിമാണ് ഞാൻ പറഞ്ഞത്, പ്രോ ഓപ്പിയോ മെലനോകോർട്ടിൻ. ഈ സൂത്രം പറയും 200 വിരൽ മാറ്റേ, 100 മാറ്റേ, 50 മാറ്റേ, 20 കയറ്റേ. ഇതിനെ എങ്ങനെ തടയാൻ സാധിക്കും? ദൈവദാസ വീട്ടിൽ വന്നു, ചായ ഇരിപ്പുണ്ട്, കേക്ക് ഇരിപ്പുണ്ട്, മിക്സർ ഇരിപ്പുണ്ട്, ഉഴുന്നുവട ഇരിപ്പുണ്ട്. ഉടനെ ഈ ചായം പറയും മിക്സറും കേക്കും അവിടെ ഇരിക്കട്ടെ, മകക്ക് കൊടുക്കാം. ദൈവദാസൻ ഉഴുന്നുവട കൊടുത്ത് പറഞ്ഞു വിടാൻ. ഇതിനെ മാറ്റാൻ എങ്ങനെ സാധിക്കും? ഒറ്റ മാർഗം, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. പരിശുദ്ധാത്മാവിൽ ശക്തിപ്പെട്ടാൽ ഈ ന്യൂറോണിനെ നിയന്ത്രിക്കാം. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. സാത്താന്യതൃത്വം, സാത്താൻ, മൃഗം, കള്ളപ്രവാചകൻ, ഇവരിൽ ഹർമഗദോൻ യുദ്ധമാണ് നമ്മൾ പറഞ്ഞു തന്നത്. ഹർമഗദോൻ യുദ്ധത്തിൽ എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചകനെയും കർത്താവിദ്യാജ്ഞാൽ നേരെ ഗന്ധകം കത്തുന്ന പൊയ്കയിലെറിയും. വായിക്കാം വെളിപ്പാട് 19:19. അതാണ് രണ്ടാമത്തെ സംഭവം. ഒന്നാമത്തെ സംഭവം ഭൂമിയിൽ റാപ്ചർ, 2 മഹോപദ്രവം, 3 മഹോദ്രവത്തിന് ശേഷം അർമഗദോൻ യുദ്ധം മേലാൽ സംഭവിക്കാനുള്ള മൂന്നാമത്തെ കാര്യം. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗത്തെയും അതിന്റെ മുൻപാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച് മൃഗത്തിന്റെ മുദ്രയേൽപ്പിക്കുകയും അതിന്റെ പ്രതിമയെ നമസ്കരിപ്പിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചുകെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിൽ ജീവനോടെ തള്ളിക്കളഞ്ഞു. ശ്രദ്ധിക്കുക, മേലെ സംഭവിക്കാനുള്ള ഒന്നാമത്തെ സംഭവം റാപ്ചർ. ഈ തലമുറയിൽ നാളെയോ ഇന്നോ തെളിയിക്കാം. 2 7 വർഷം ഈ ഭൂമി പൈശാചിക ലോകം. ഒറ്റ ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട അഭിഷേകമുള്ള ഒറ്റ വ്യക്തി കാണത്തില്ല. വിത്തൗട്ട് വേൾഡ്. അത് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള രക്ഷിക്കപ്പെട്ട ഒറ്റ വ്യക്തിയില്ലാത്ത ഒരു ലോകമായിരിക്കും അത്. 3 അർമഗദോൻ യുദ്ധം. അതിൽ സാത്താനെയും കള്ളപ്രവാചകനെയും നേരെ പിടിച്ചു കെട്ടി ഗന്ധകം കത്തുന്ന പൊയ്കയിലെറിയും. സാത്താനെ വായിക്കാം. വെളിപ്പാടിന്റെ 20 മുതൽ വായിച്ചേ. വെളിപ്പാട് 20:1 മുതൽ. അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. സാത്താനെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ട് അഗാധ കൂപത്തിൽ അടയ്ക്കും. ഭൂമിയുടെ കീഴ്ഭാഗം സയൻസും 3 ഭാഗം, വേദപുസ്തകത്തിലും 3 ഭാഗം. സയൻസ് പറയും ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, മെസോസ്ഫിയർ. ബൈബിള് പഠിപ്പിക്കും
പാതാളം, അധമപാതാളം, അഗാധകൂപം. ഹെയ്ഡ്സ്, ടാറ്റസ്, ബോട്ടംലെസ് പിറ്റ്. അതിൽ അഗാധകൂപത്തിൽ സാത്താനെ അടയ്ക്കും. ശ്രദ്ധിക്കണേ. ഒന്നാമത്തത് റാപ്ചർ, 2 മഹോപദ്രവം, 3 ഹർമഗദോൻ യുദ്ധം. ആ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. അടിച്ചു. ഇനിയും വെളിപ്പാട് 19:19 ഒന്ന് വായിച്ചു. വെളിപ്പാട് 19. കുതിരപ്പുറത്തിരിക്കുന്നവനോടും അവന്റെ സൈന്യത്തോട് യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ചു വന്നുകൂടിയത് ഞാൻ കണ്ടു. മൃഗവും സാത്താനും വന്നു, അവരെ നശിപ്പിച്ചു. ലോക സൈന്യം അവിടെ വരും. എതിർ ക്രിസ്തുവിനോട് ഒത്താശ ചെയ്യുന്ന വേൾഡ് ഹ്യൂമൻ ആർമി അവിടെ വരും. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടത് ഏതെന്നത് പറ്റി അറിയാൻ മേല. യൂഫ്രട്ടീസ് നദി വറ്റാൻ പോവുക. വറ്റിക്കത്തക്കവണ്ണ അറ്റാട്രാക് ഡാം നിർമ്മിച്ചു കഴിഞ്ഞു. ആ ഡാം തുറന്നു വിട്ടാൽ 48 മണിക്കൂർ കൊണ്ട് യൂഫ്രട്ടീസ് നദി വറ്റും. കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ അതിലെയാ കയറി വരുന്നത് എതിർ ക്രിസ്തുവിന് വേണ്ടി യുദ്ധം ചെയ്യാൻ. ആ അപ്പോൾ സാത്താനെ നശിപ്പിച്ചു, എതിർ ക്രിസ്തുവിനെ നശിപ്പിച്ചു, കള്ളപ്രവാചകനെ നശിപ്പിച്ചു. അർമഗദോൻ യുദ്ധം. ഇനി അവശേഷിക്കുന്ന ലോകത്തിന്റെ മിലിറ്ററിയാ. അവർക്കെന്തു പറ്റും? ഒരു സയൻസും ഇല്ലാത്ത കാലത്തെ വചനത്തിന്റെ ശക്തി മനസ്സിലാക്കണം ദൈവമക്കളെ. വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അവരെങ്ങനെ നശിക്കും. സക്കറിയാവ് 14:12 വായിക്കാം. യാതൊരു സയൻസും അന്ന് നിലവിലില്ല. 2600 ശാസ്ത്രത്തിന്റെ പിതാക്കന്മാർ പോലും അതിനുശേഷം 100 വർഷം കഴിഞ്ഞാണ് ജനിച്ചത്. പൈത്തോഗ്രേസും അരിസ്റ്റോട്ടലും അതിന് 100 വർഷം മുമ്പ് ദൈവദാസൻ ആത്മാവിൽ എഴുതി വായിക്കാം. ദാവീദ് ഗൃഹത്തിന്മേലും 14:12 സക്കറിയാവ് 14:12. യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. കേട്ടോണം, പനിഷ്മെന്റ്. അടുത്തത്, അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ. ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആ ദൈവദാസം വായിക്കട്ടെ, നിങ്ങൾ എന്നെ നോക്കേ. അവൻ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും. നിൽക്കുന്ന ദിവ്യ ശരീരം ചെയ്യും. അടുത്തത്, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. കണ്ണഴുകും. അടുത്തത്, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. നോക്കിക്കേ, നാവിൽ ചീഞ്ഞഴുകും. അടുത്തത്, അന്നാളിൽ യഹോവയാൽ ഒരു മഹാപരാഭവം, ഇംഗ്ലീഷ് പാനിക്. അടുത്തത്, അവരുടെ ഇടയിൽ ഉണ്ടാകും. അടുത്ത വാക്യം, അവർ ഓരോരുത്തൻ താന്താന്റെ കൂട്ടുകാരന്റെ കൈ പിടിക്കും. എന്താ കാര്യം എന്നറിയാവോ? ഇന്നത്തെ യുദ്ധം എങ്ങനെയാ? അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെ ഇസ്രായേലിന്റെ യുദ്ധമൊക്കെ കണ്ടില്ലേ? ടാങ്ക് എല്ലാം തീവ്രവാദികളെ നശിപ്പിച്ചു. നമ്മൾ കണ്ടു. ഈ ഹമാസും ഹൂതിയെല്ലാം കൂടി ഇസ്രായേലിന്റെ ടാങ്ക് നശിപ്പിച്ചിട്ട് അവർ കൈകൊട്ടി. നശിപ്പിച്ചെന്ന് നിങ്ങൾക്കറിയാം. അതിനകത്തൊന്നും ആരും ഇല്ലായിരുന്നു. ഒരു മനുഷ്യൻ അതിനകത്തില്ല. അതിനകത്ത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരുന്നത്. അവനെ കൺട്രോൾ ചെയ്തത് കമ്പ്യൂട്ടറാണ്. ഇസ്രായേലിലെ ഏതോ രഹസ്യ സങ്കേതത്തിൽ ഇരുന്നുകൊണ്ട് കമ്പ്യൂട്ടറിലാണ് ഇത് കൺട്രോൾ ചെയ്തത്. ഇവിടെ പറയുന്നത് കേട്ടോ, യഹോവയാൽ ഒരു മഹാപാരാഭാവം അന്നുണ്ടാകും. അന്നത്തെ മിലിറ്ററിയുടെ കമ്പ്യൂട്ടറിനകത്ത് തമ്പുരാൻ വൈറസ് കയറ്റും. വൈറസ് കയറ്റി കഴിയുമ്പോൾ കാൽക്കുലേഷൻ തെറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആറ്റമടിക്കും. തമ്മിൽ മുഖാമുഖം ആറ്റമടിക്കുമ്പോൾ ശരീരത്തിൽ റേഡിയേഷൻ ഉണ്ടാകും. ഇന്നത്തെ വാക്ക് അതാണ്. നാവഴുകും, കണ്ണഴുകും, ശരീരമഴുകും. എത്ര കറക്റ്റാന്ന് നോക്കിക്കേ. ലോകത്തിന്റെ മിലിറ്ററി, അവിടെ ആയിരക്കണക്കിന് പട്ടാളം റേഡിയേഷനേറ്റ് വീണ് കിടക്കും. അത് ശുദ്ധീകരിക്കാൻ 7 മാസം എടുക്കും. ഇതാണ് അർമഗദോൻ യുദ്ധം. 3-ാമത്തെ സംഭവം. 4-ാമത്തെ സംഭവം, മേലിൽ സംഭവിക്കുന്ന 10 കാര്യം പറഞ്ഞിട്ട് വേണം അന്ത്യകാലം പറയാൻ. ഇത് സാധാരണഗതിയിൽ നമ്മൾ വിശാലമായിട്ട് ചിന്തിക്കുന്നില്ല, അവസരം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് 4-ാമത്തെ സംഭവം. ലോകത്തിന് ഇന്നൊരു തലവേദന കേസുണ്ടെന്ന് മാറ്റും. റെസ്റ്റോറേഷൻ ഓഫ് ദി ജൂയിഷ് പീപ്പിൾ. ഇസ്രായേലിന്റെ യഥാസ്ഥാപനം. വായിക്കാം. യെശയ്യാവ് 49:12, 60:14. യെശയ്യാവ് 49:12, 60:14. ഇതാ അവർ ദൂരത്ത് നിന്ന്. 49:22. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഞാൻ ജാതികൾക്ക് എന്റെ കൈ ഉയർത്തുകയും. ജാതികൾക്ക് എന്റെ കൈ, അതായത് അർമഗദോൻ യുദ്ധം ഉയർത്തുകയും. വായിച്ചോ. വംശങ്ങൾക്ക് എന്റെ കൊടി കാണിക്കുകയും ചെയ്യും. അവർ നിന്റെ പുത്രന്മാരെ, ഇസ്രായേലേ, നിന്റെ പുത്രന്മാരെ ജാതികൾ
വായിച്ചാൽ നിന്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിലടച്ചും പുത്രിമാരെ തോളിലെടുത്തുകൊണ്ടും വരും. പുത്രിമാരെ തോളിലെടുത്തും നിന്നെ ബഹുമാനിക്കും. ഇന്ന് ലോകത്തിൽ 198 രാജ്യമുണ്ട്. അതിൽ 2 രാജ്യമേ ഉള്ളൂ ഇസ്രായേലിനോട് ആത്മാർത്ഥതയുള്ളവർ, സിൻസിയർ ആറ്റിറ്റ്യൂഡുള്ള 2 രാജ്യം ഇസ്രായേലിനോട്. 1 അമേരിക്ക, 2 ഇന്ത്യ. നമ്മളെ അതുകൊണ്ടാണ് അവർക്ക് ഇത്ര വലിയ കാര്യം. അവരുടെ ഒരു വലിയ സമ്മേളനം കൊച്ചിയിൽ നടന്നായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്. അവരുടെ ഒരു സിനഗോഗ് അവിടെ ഉണ്ട്. അതിൻ്റെ ഒരു ചടങ്ങിന് ഇസ്രായേലിലെ വിദേശകാര്യമന്ത്രി വന്നു. അദ്ദേഹം ഒരു പ്രസ്താവന പറഞ്ഞു. 1800 വർഷം ഞങ്ങളുടെ പിതാക്കന്മാർ ലോകത്തിൽ അലഞ്ഞു നടന്നു. ഞങ്ങളുടെ പിതാക്കന്മാരെ ഒരു സേഫ്റ്റി പിൻ കൊണ്ടുപോലും കുത്തി നോവിച്ചില്ലെന്ന് മാത്രമല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്ത ഒരൊറ്റ രാജ്യമേ ഉള്ളൂ, ഭാരതം. നിങ്ങൾക്കറിയാവോ എന്താ ഇപ്പം തീവ്രവാദികൾ കയറാത്തത്? നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പ്രധാനമന്ത്രി ഒരു സമ്മാനം കൊടുത്തു, ലേസർ വാൾ. ആ സ്ഥാനത്ത് മതിൽ കെട്ടിയിട്ടില്ല, ലേസർ വാൾ എന്നൊരു വാള് ഇങ്ങനെ ഇരിക്കുക, ലേസർ രശ്മി. ഇവൻ കയറി വന്നാൽ തിരിച്ചടിച്ച് അവനെ അങ്ങോട്ട് മാറ്റും. ഈ 2 രാജ്യം ഒഴിച്ച് ബാക്കി രാജ്യങ്ങൾക്കെല്ലാം ഉള്ളിൽ കലിപ്പാണെങ്കിൽ ഇവിടെ പറയുന്നു ലോകം മുഴുവൻ നിന്നെ ധ്യാനിക്കും. 60:14 വായിച്ചേ ശരിയാവും. 60:14 നിന്നെ ക്ലേശിപ്പിച്ചവരുടെ പുത്രന്മാർ, അതാ വാക്യം പ്രവചനമാ. നിന്നെ ഏതെല്ലാം രാജ്യങ്ങൾ ക്ലേശിപ്പിച്ചു അവരുടെ പുത്രന്മാർ നിന്റെ അടുക്കൽ വണങ്ങിക്കൊണ്ടുവരിക്കും. ഞാൻ നിന്നെ സകല ജാതികൾക്കും മീതയാക്കുമെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞ വാക്ക് അർമഗദോൻ യുദ്ധം കഴിയുമ്പോൾ പൂർത്തീകരിക്കും. അതിന് പറയുന്ന വാക്ക റെസ്റ്റോറേഷൻ ഓഫ് ജൂയിഷ് പീപ്പിൾ. മേലിൽ സംഭവിക്കാൻ ഒന്നുകൂടെ പറയുക. ഇത് ഹാർഡ് സബ്ജക്റ്റാണ്, എനിക്കറിയാം. ഏറ്റവും ലളിതമായി പറയാം. മേലിൽ സംഭവിക്കുന്ന 10 കാര്യങ്ങൾ. 1, ഈ തലമുറയിൽ കർത്താവിൻ്റെ വരവ്. 2, 7 വർഷം പൈശാചിക ലോകം. 3, അർമഗദോൻ യുദ്ധം. 4, ഇസ്രായേലിൻ്റെ യഥാസ്ഥാപനം. 5-മത്തെ ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് വിഷയമാ. ദയവായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. 5-മത്തെ വിഷയം വെളിപ്പാട് 20:4 മുതൽ ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. ശ്രദ്ധിച്ച് കേട്ടോണം. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും, ആ വാക്യം കേട്ടോണം, യേശുവിന്റെ സാക്ഷ്യവും. നമ്പർ 1 ദൈവവചനവും നിമിത്തം. 2 ദൈവവചനം. അടുത്തത് തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിവോളം ജീവിച്ചില്ല. അടുത്ത വാക്യം, ഇത് 1-മത്തെ പുനരുത്ഥാനം. 5-മത്തെ സംഭവം, ഫസ്റ്റ് റിസറക്ഷൻ, 1-ാം പുനരുത്ഥാനം. നമ്മൾ ധരിച്ചിരിക്കുന്നത് തെറ്റോ കുഴപ്പമോ അല്ല ഞാൻ പറയുന്നത്. പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും മരിച്ചാൽ ഉയർക്കുന്നത് ആ പുനരുത്ഥാനം അല്ല. നമ്മുടെ മരണത്തിൻ്റെ പുനരുത്ഥാനം എന്താണെന്ന് ഞാൻ പറയാം. 1-ാം പുനരുത്ഥാനം എന്ന് പറയുന്നത് ബൈബിള് പഠിപ്പിക്കുന്നുണ്ട്. എത്ര വ്യക്തമാണ് ഇത്. 1-ാം പുനരുത്ഥാനം, ദിസ് ഈസ് ഫസ്റ്റ് റിസറക്ഷൻ. ആരാതെ? യേശുവിൻ്റെ സാക്ഷ്യം നിമിത്തം തല ഛേദിക്കപ്പെട്ടവർ, മൃഗത്തിൻ്റെയോ അതിൻ്റെ പ്രതിമയോ നമസ്കരിക്കാത്തവർ, ദൈവവചന നിമിത്തം തല ഛേദിക്കപ്പെട്ടവരായവരുടെ ആത്മാക്കൾ. ഇത് മഹോപദ്രവത്തിൽ എതിർ ക്രിസ്തുവിൻ്റെ ഭരണത്തിൽ അവനോട് അനുകൂലിക്കാതെ നിന്നവർ, മാർട്ടിയേഴ്സ് ഓഫ് ദി ട്രിബുലൂഷണൽ പീരിയഡ്, മഹോപദ്രവ രക്തസാക്ഷികളെ എന്നോടും നിങ്ങളോടും കൂടെ 1000 ആണ്ട് വാഴുവാൻ ഉയർപ്പിക്കുന്ന സംഭവമാണ് 1-ാം പുനരുത്ഥാനം. ഞാനോ നിങ്ങളോ ഇന്ന് മരിച്ചാൽ നമ്മളുടെ ഉയർത്തെഴുന്നേൽപ്പ് 1-ാം പുനരുത്ഥാനം അല്ല. പറയുന്നതിന് തെറ്റൊന്നുമില്ല. ഇപ്പോൾ മരിക്കുമ്പോൾ 1-ാം പുനരുത്ഥാനത്തിൽ കാണാം എന്നൊന്നും പറഞ്ഞാൽ അത് വചനപ്രകാരം തെറ്റൊന്നുമല്ല. പക്ഷേ തിയററ്റിക്കലി എൻ്റെയും നിങ്ങളുടെയും മരണത്തിൻ്റെ ഉയർപ്പ് നമുക്കൊരു പ്രമോഷനാണ്. എന്നാണെന്നറിയാവോ? 1 കൊരിന്ത്യർ 15:23 കാണാം. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവിങ്കൽ. നോക്കിക്കേ, ഉദാഹരണ സഹിതം ഇത് 2026 ജാനുവരി മാസം
എൻ്റെയോ നിങ്ങളുടെയോ വീട്ടിലെ മാവ് ആദ്യമായിട്ട് പൂത്തൊരു മാങ്ങ ഉണ്ടാകുന്നു. 2026 ആദ്യം ഒരു മാങ്ങ ഉണ്ടായി, നമ്മൾ നട്ടിട്ട്. അതിന് പറയുന്ന പേരെന്നാ? മാങ്ങ എന്നാണോ? എന്തുവാ? ആദ്യ ഫലം. പഴയ കാലത്തൊക്കെയാണത് ഹോളിക്കൊണ്ട് ദൈവദാസന് കൊടുത്ത് പ്രാർത്ഥിക്കും. ഇന്ന് പൂളി തിന്നും. ഇവിടല്ല, ഞങ്ങളുടെ അവിടെയൊക്കെ. പഴയ കാലത്ത് അങ്ങനെയല്ല അല്ലേ? അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന് കൊടുത്ത് അവരത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുമ്പോൾ ഒത്തിരി ഉണ്ടാകും. ഇന്ന് അച്ചായനും അമ്മാമ്മയുടെ മക്കൾക്ക് പോലും കൊടുക്കാതെ പൂളി തിന്നും. അപ്പം 2026 ജാനുവരിയിലുണ്ടായ മാങ്ങയുടെ പേരാണ് ആദ്യഫലം. കേട്ടോണം, ഫെബ്രുവരിയിലും മാർച്ചിലൊക്കെ മാങ്ങ ഉണ്ടായി. അത് ആദ്യഫലമല്ല, 2026 മാങ്ങ. ഇതുപോലെ മരിച്ചവരിൽ നിന്നും ആദ്യം ഉയർത്തത് ക്രിസ്തു. ഞാനും നിങ്ങൾ ഇന്നു മരിച്ചാൽ നമ്മുടെ ഉയർപ്പ് ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ തുടർച്ച, കണ്ടിന്യൂഷൻ ഓഫ് ദ റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കാരണം നമ്മൾ മരിച്ച് ക്രിസ്തുവിൽ മറന്നിരിക്കുന്നവരാ. ഈ ഹോളിന്, ഈ ആലയത്തിനൊരു നമ്പർ കാണും, പഞ്ചായത്തിൻ്റെ. അതേ സമയത്ത് ദൈവദാസൻ ജോൺ സാർ അനുവാദം മേടിച്ച് ഇതിനൊരു എക്സ്റ്റൻഷൻ വെച്ചാൽ അതിന് വേറെ നമ്പറില്ല. ഇതിൻ്റെ തുടർച്ചയാണ്. ഞാനോ നിങ്ങളോ ഇന്ന് മരിച്ചാൽ നമ്മൾ കർത്താവിൻ്റെ വരവിൽ ഉയർക്കുന്നത് ക്രിസ്തുവിൻ്റെ ഉയർച്ചയുടെ തുടർച്ചയായ ആ പ്രമോഷൻ. ആ കരങ്ങളെ ഓർത്ത് സ്തുതിച്ചേ. അതാണ് 5ാമത്തെ സംഭവം, ഫസ്റ്റ് റിസറക്ഷൻ. 6 സഹസ്രാബ്ദ വാഴ്ച. കന്യാമറിയാമനോട് ഗബ്രിയേൽ മാലാഖ 7 പ്രവചനം പറഞ്ഞു, 4 നിവർത്തിക്കാറുണ്ട്. പിതാവായ ദൈവം ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. നമ്മുടെ കർത്താവ് പറഞ്ഞ കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവയ്ക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാനിടയില്ല. എന്നാൽ കർത്താവ് നമ്മളൊരു വാഗ്ദത്തം പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടുകൂടെ പുതുതായി കുടിക്കുന്ന ആൾ വരെ മുന്തിരിവള്ളിയുടെ അനുഭവം ഞാൻ കുടിക്കത്തില്ല. ഇന്നത്തെ ആരാധനയിൽ കർത്താവിൻ്റെ ദാസനും നമ്മളും ഒന്നിച്ച് കുടിച്ചെങ്കിൽ ഇതുപോലെ അക്ഷരികമായി മുന്തിരിവള്ളിയുടെ ഫലം കർത്താവിനോട് ചേർന്ന് നമ്മൾ കുടിക്കും. 1000 ആണ്ട് വാഴ്ച. 4 വിധത്തിലുള്ള ആളുകൾ ഈ ഭൂമിയിൽ കാണും. കാലാവസ്ഥ കംപ്ലീറ്റ് മാറും. 1000 ആണ്ട് വാഴ്ച കയറുന്നില്ല, ഞാൻ വിഷയമല്ല, മാറിപ്പോവും. ഒറ്റ കാര്യത്താൽ ക്ലൈമറ്റ് കംപ്ലീറ്റ് മാറും. ഒറ്റ വാക്കിൽ മാറ്റം കംപ്ലീറ്റ്. എങ്ങനെ അറിയാവോ? യെശയ്യാവ് 30:26 ഈ ഭൂമി കംപ്ലീറ്റ് മാറും. മഹോദ്രോധത്തിൽ ഈ ഭൂമി നശിക്കും, ഇത് തകരും, ഇത് കുട്ടിച്ചോറാവും. എന്നാൽ അത് ഇതാ ഞാൻ സകലതും പുതുതാക്കുമെന്ന് പറഞ്ഞ പോലെ ഒറ്റ വാക്കിൽ കംപ്ലീറ്റ് മാറ്റും. വായിക്കാം. യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാകും. അടുത്ത വാക്യം. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയാകും. സൂര്യന്റെ ചൂടല്ല, സൂര്യന്റെ പ്രകാശം 7 മടങ്ങാകുമ്പോൾ ഈ ഭൂമിയുടെ സിസ്റ്റം മാറും. ക്ലൈമാറ്റിക്കൽ ചേഞ്ച് മാറും, ചൂട് മാറും, തണുപ്പ് മാറും, രോഗാണുക്കൾ കാണത്തില്ല, ഒറ്റ രോഗാണുമില്ല. ബൈബിൾ പഠിപ്പിക്കുന്നു, എനിക്ക് ദീനമെന്നാരും പറയത്തില്ല, പാപമില്ല. സാത്താൻ അഗാധ കൂപത്തിൽ എതിർ ക്രിസ്തുവും കള്ളപ്രവാചകനും ഗന്ധകത്തുനിന്ന് പോയി. പാപമില്ലാത്ത ഭൂമി. പോലീസ് വേണ്ട, പട്ടാളം വേണ്ട, രോഗമില്ല, ഡോക്ടറില്ല, നേഴ്സില്ല, ഈ പരിപാടി ഒന്നുമില്ല, ഇതൊന്നും വേണ്ട. പട്ടാളമില്ല, യുദ്ധമില്ല, ക്ഷാമമില്ല, അതിസമ്പന്നതയായ ഒരു ലോകം. 4 വിധത്തിലുള്ള ആളുകൾ. തേജസ്സിന്റെ ശരീരത്തിൽ 2 കൂട്ടർ. 1 മാലാഖമാർ, നമ്മുടെ സേവകാത്മാക്കൾ. 2 ഞാനും നിങ്ങളും. നമ്മൾ എടുക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റം മാറും. രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് 7 വ്യത്യാസം. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. എടുക്കപ്പെട്ട് കഴിയുമ്പോൾ നമുക്ക് 7 വ്യത്യാസം ബൈബിൾ വെളിപ്പെടുത്തുന്ന. 1, നമ്മുടെ ശരീരം തേജസ്സാകും. ഈ ശരീരം മാറും, കംപ്ലീറ്റ് ഈ ബോഡി മാറും. ഈ ബോഡി കംപ്ലീറ്റ് മാറും, ഈ നിറവെല്ലാം മാറും. ഇത് തേജസ്സാകും. എൻ്റെ നിങ്ങളുടെ ശരീരം എന്താകും? തേജസ്സാകും. നോക്കിക്കേ, മോശയും ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷപ്പെട്ടു. 1200 വർഷത്തെ ഡിഫറൻസ് ഉണ്ട് രണ്ടുപേരും ജീവിച്ചത്. പക്ഷെ അവരിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഒറ്റ കാര്യമാണ് പറയുന്നത്, നമ്മുടെ ശരീരം തേജസ്സാകും. 1. 2 വ്യത്യാസം, നമ്മുടെ ശരീരത്തിൻ്റെ ചുറ്റിലും തേജസ്സിൻ്റെ കവറിങ് കാണും.
അതാണ് മോശയും ഏലിയാവും തേജസ്സിൽ പ്രത്യക്ഷമായി. നമ്മുടെ ഈ ശരീരം മാറും, മൂക്കോ പല്ലോ ചെവിയോ കണ്ണോ ഒന്നും കാണത്തില്ല. അമ്മാമേ കണ്ണാടി വേണ്ട, വാച്ച് വേണ്ട, യാതൊരു അമേരിക്ക ക്ലാസ് എടുത്തപ്പോൾ ഒരു കൊച്ചനെടുത്ത് ചിരിച്ച് എന്നോട് പറഞ്ഞു ഐ എം വെരി ഹാപ്പി, പല്ല് തേക്കണ്ടല്ലോ ഒന്നേ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന് ഇന്നത്തെ ഈ അവയവങ്ങൾ മുഴുവൻ ഇവിടെ സർവേ ചെയ്യാനാ. ഇതൊന്നുമില്ലാത്ത നമ്മളീ ബൊമ്മയൊന്നും അല്ല കേട്ടോ, മൂക്കും കണ്ണും ചെവിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ബൊമ്മയല്ല, മാലാഖമാരേക്കാൾ ഏറ്റവും പ്രത്യേകതപ്പെട്ട ശരീരമായിരിക്കും. അതാണ് വാസ്തവത്തിൽ നമ്മുടെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ പൂർത്തീകരണം സംഭവിക്കും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താനിരിക്കുന്ന പോലെ കാണുവാൻ അവനെപ്പോലാകും, അവനോട് സദൃശ്യന്മാരാകും. അങ്ങനെ ഒരു ബോഡിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. കയ്യും കാലും തലയും വാലും ഒന്നും അല്ല. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നുമില്ലാത്ത ഒരു ശരീരം കിട്ടും. നമ്മൾ മുടക്കിയത് ഒന്ന് സ്നാനപ്പെട്ടു, ഒന്ന് വീണ്ടും ജനിച്ചത് കിട്ടാൻ പോകുന്നത് എന്നാത് കേട്ടോ, തേജസ്സിൻ്റെ ആവരണം. 2, 3 എനിക്ക് ഏറ്റവും സന്തോഷം, നമ്മുടെ പേര് മാറ്റും. അച്ചാമ്മയെന്ന് വിളിക്കത്തില്ല. കർത്താവ് അമ്മയെ വിളിച്ചില്ല അച്ചാമ്മയെന്ന്, പിന്നാണോ നെടുമ്പുറത്തെ അച്ചാമ്മയെ വിളിക്കുന്നത്. ഇവിടെ പേര് മാറ്റും. ഈ പേരൊക്കെ തീർന്നു. ഇപ്പോഴത്തെ പേര് കേട്ടാലും അറിയത്തില്ല, കണ്ടാലും അറിയത്തില്ല, ആണാണോ പെണ്ണാണോ. അക്കു കിക്കു കുക്കു എന്നൊക്കെ പേരിടുന്നത് അല്ലേ. ഈ പേരെല്ലാം കർത്താവ് മാറ്റി ഒരു പേരിടാൻ പോവുക. ഇവിടുത്തെ ജീവിതത്തിന് ഇതിൻ്റെ നിഴലാണ് അബ്രഹാമിനെ അബ്രഹാമാക്കി, ഉണ്ടോ, യാക്കോബിനെ ഇസ്രായേലാക്കി, സാറായിയെ സാറായാക്കി. എന്താ നമ്മുടെ പേര് മാറ്റം? ഞാൻ വെറുതെ പറഞ്ഞു വിടുകയില്ല, ബൈബിളിലെ വാക്യമാണ് കേട്ടോ. വെളിപ്പാട് 2:16 വായില്ലേ, വെളിപ്പാട് 2:16. മൂന്നാമത്തെ വ്യത്യാസം. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ല ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. അടുത്ത വാക്യം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടുത്തത് ജയിക്കുന്നവന് ഒരു കാര്യമുണ്ട്. ജയിക്കണേ ഇവിടെ. ജയിക്കുന്നവനെ വായിച്ചാട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. അടുത്ത വാക്യം. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. പുതിയ പേര് ലഭിക്കും. കരങ്ങളെ ഉയർത്തി സ്തുതിക്കാം. കർത്താവിന്റെ വരവോടെ നമ്മുടെ ഈ ലോകത്തിലെ വാസം തീർന്ന മരണത്തോടെ ഈ പേരിന്റെ പ്രസക്തി തീർന്നു. ഇത് നമ്മുടെ മാതാപിതാക്കളിട്ട പേരാ. ഈ പേരിൻ്റെ പ്രസക്തി നമ്മുടെ ശരീരത്തിൽ ആത്മാവ് വരടുമ്പോൾ, നമ്മളെ സെമിത്തേരിയിൽ അടക്കി കഴിയുമ്പോൾ നമ്മൾ പറയും സ്വർഗത്തിൽ അതിൻ്റെ പ്രസക്തി തീർന്നു, സ്വർഗത്തിൽ നമുക്കൊരു പുതിയ പേരിടും. നിത്യത മുഴുവൻ ആ പേരിലായിരിക്കും വിളിക്കപ്പെടുന്നത്. ഇവിടെ ഏത് രീതിയിൽ ആത്മീയ പ്രവൃത്തി ചെയ്തോ അതിനനുസരിച്ച് പേര് കിട്ടും. 4 ഞാൻ വേഗം പറയാം, നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യരുടെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. പ്രതിഫലത്തെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. കർത്താവിന് വേണ്ടി ചെയ്തതിനെല്ലാം പ്രതിഫലം അത് കിരീടങ്ങളായിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? പലരും ഓർക്ക് സ്വർഗത്തിൽ തട്ടാനെ വെച്ച് നമ്മുടെ തലയുടെ അളവെടുത്തല്ലേ മോളെ ഇങ്ങനെ അടിച്ചു. അല്ല, ഇത് കിരീടമെന്ന് പൗലോസ് എഴുതാൻ കാരണം ഈ ലേഖനം എഴുതുന്ന കാലത്ത് ലോകത്തിലെ ഏറ്റവും ഉന്നത വ്യക്തി രാജാവാണ്. ആ കാലത്ത് രാജാക്കന്മാർ ഒത്തിരി പേരുണ്ട്. പക്ഷെ ഒരു രാജ്യത്ത് ഒരു രാജാവുണ്ട്, അദ്ദേഹത്തെ വിളിക്കുന്ന മലയാളത്തിൽ മഹാരാജാവ്, ഇംഗ്ലീഷിൽ ഗ്രേറ്റ് കിങ്. അദ്ദേഹത്തിൻ്റെ തലയിലേ ഉള്ളൂ കിരീടം. കിരീടം മഹാരാജാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കിരീട അവകാശികളാണ്. അന്നത്തെ ലോകത്തിലെ ഏറ്റവും ഉന്നതമായ പദവി കിരീടമാണ്. അത് കാണിച്ചുകൊണ്ടാണ് പറയുന്നത് നമുക്ക് കിരീടം കിട്ടുമെന്ന്. വേറൊരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഈ കിരീടം എന്ന് പറഞ്ഞൊരു പ്രസൻറ്റേഷൻ റാപ്പറാണ് നമുക്ക് തരാനുള്ള. നമ്മളൊരു വിവാഹത്തിനോ ഒരു വീടിൻ്റെ ഹൗസ് വാമിങ്ങിനോ പോകുമ്പം സമ്മാനം കൊണ്ട് പോകുന്നത് മനോരമ പത്രത്തിൽ പൊതിഞ്ഞുകൊണ്ട് ആരും പോകുകയില്ല. പോകുക മോളെ? ഇല്ല. പിന്നെ എന്തുവാ അത്? പ്രസൻറ്റേഷൻ റാപ്പറിൽ ഈ കൊച്ച് പോകുന്ന കണ്ട ആരും പറയത്തില്ല ശവം അടക്കാൻ പോവുക. ഇതൊന്നുകിലൊരു വീട്ടിലെ കല്യാണത്തിനാ, അല്ലെങ്കിൽ ഏതൊരു ഇതുപോലെ കിരീടം എന്ന് പറയുന്നത് നമുക്ക് തരാൻ പോകുന്ന ആ പ്രതിഫലത്തിൻ്റെ പ്രസൻറ്റേഷൻ റാപ്പറ. അതെല്ലാം കിരീടങ്ങളെ ഒരു ജീവൻ്റെ കിരീടം അറിയാമല്ലോ. പാടാത്ത ഒരു കിരീടത്തെക്കുറിച്ച് മാത്രം പറയാം. അത് നിങ്ങൾക്ക് കിട്ടത്തില്ല, ദൈവദാസന്മാർക്ക് കിട്ടത്തുള്ളൂ. എന്തുകൊണ്ടാണെന്നും പറയാം. 1 പത്രോസ് 5:2
അത് പാസ്റ്റർമാർക്ക് പറഞ്ഞാൽ ദൈവദാസന്മാർക്കുള്ളതാണ്. വായിക്കാം. എന്തുകൊണ്ട് അവർക്കത് കിട്ടും? നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിന്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല ഉന്മേഷത്തോടെ ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും എല്ലാവർക്കും കിട്ടത്തില്ല, മാതൃകയായിട്ടുണ്ട് അധ്യക്ഷ ചെയ്യുവീൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം ഇടയന്മാർക്ക് മാത്രം. അതുകൊണ്ടാണ് എബ്രായർ 13:17 പറയുന്നത്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങി ഇരിപ്പീൻ, അവർ കണക്ക് കൊടുക്കണം. പുരാതന പലസ്തീനിൽ 2 സൈസ് ഇടയന്മാരുണ്ടായിരുന്നു. ഒന്ന് ഉടമസ്ഥനായ ഇടയൻ, 2 ഉടമസ്ഥനായ ഇടയനില്ലാത്ത മുതലാളിമാർക്ക് ആടുണ്ട്, അവർ ഇടയപ്പണിക്ക് പോകത്തില്ല സ്റ്റാറ്റസിൽ, അതിനവർ വാടകയ്ക്ക് ശമ്പളത്തിന് ഡെയിലി വേജസിൽ ഇടയനെ എടുക്കും. പലസ്തീനിൽ ചെന്നാൽ ഈ 2 ഇടയന്മാരെ നമുക്ക് ഇന്നും കാണാം. എങ്ങനെയാണെന്നറിയാവോ? ഉടമസ്ഥനായ ഇടയനെ കാണാം, ആട്ടിൻകൂട്ടത്തിൻ്റെ മുമ്പിൽ നിൽക്കും. അതാ കർത്താവ് പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എന്നെ അനുഗമിക്കുന്നു. അതാണ് ഉടമസ്ഥൻ. അവനെ ഫ്രണ്ടിൽ നിൽക്കും, പുറകിൽ ആട്. ചെന്നായോ പുള്ളിപ്പുലിയോ വന്നാൽ തൻ്റെ ജീവനെ തൃണവൽ ഗണിച്ച് പോരാടി ആടിനെ രക്ഷിക്കും ഉടമസ്ഥൻ. രണ്ടാമത് 1000 രൂപ ശമ്പളത്തിന് ഡെയിലി എടുത്ത ഇടയനുണ്ട്, അവൻ പുറകിൽ നിൽക്കും. ചെന്നായോ പുള്ളിപ്പുലിയോ വന്നാൽ അടുത്ത ബൈക്കിലോ കാറിലോ കയറി അവൻ വെണ്ണിക്കുളത്തിനോ കോട്ടയത്തിനോ പോകും. ഇനിയും എന്താണ് ഈ ഇടയൻ്റെ പ്രത്യേകത എന്ന് അത് പറഞ്ഞാനേട്ടാ. ഇടയൻ, ഒറിജിനൽ ഇടയൻ, ആട് എന്ന് പറഞ്ഞാൽ, ആട് നമ്മളെ സഭയെ ആടിനോട് എന്തിനാണ് ഉപമിച്ചിരിക്കുന്നതെന്ന് അറിയാവോ? എന്താ സഭയെ കാളയോട് ഉപമിക്കാഞ്ഞത്? എന്താ സഭയോട് പോത്തിനോട് കർത്താവ് ഉപയോഗിക്കാഞ്ഞത്? ആടിന് 2 പ്രത്യേകതയുണ്ട്. ഒന്ന്, മൃഗങ്ങളിൽ ഏറ്റവും സോഫ്റ്റ് ജീവി ആടാ, മൃദുല ജീവി ആടാ. 1. 2, ഈ ആടിന് ഒരു ഗുണവശം, ദോഷവശം, ഏറ്റവും വേഗം വഴിതെറ്റും. ഇതാണ് ആട്. ഈ ആടിൻ്റെ 5 സ്വരം തിരിച്ചറിയുന്ന ആളാ ഇടയൻ. ആടിനെ വളർത്തിയിട്ടുള്ളവരുണ്ട്, ഇത് കൈവക്കാവോ? അവർക്കറിയാം. അമ്മാവിടെ വീട്ടിൽ ആടുണ്ടോ? ഇപ്പം ആടില്ല, ഒന്നും കാണാൻ പോലും ഇല്ല. എല്ലാ ആടിൻ്റെയും ശബ്ദം ഇമ്മയെന്നാണ്. പക്ഷെ ഇടയൻ അറിയാം ഈ ഇമ്മയ്ക്ക് 5 ടോണല്ലേ. ആൻറ്റിയോട് ചോദിച്ചാൽ പറയും. ആൻറ്റിയുടെ വീട്ടിൽ ആടുണ്ടെങ്കിൽ എങ്ങനെയാ സംഭവം? ആടിനെ തീറ്റും. നിങ്ങൾ ശ്രദ്ധിക്കുക, ആടിനെ തീറ്റിട്ട് വൈകുന്നേരം ആയപ്പോൾ ഇടയൻ 100 ആടിനെ കൊണ്ടുവന്നിട്ട് ആട്ടിൻകൂട്ടി കയറ്റുമ്പോൾ ഇടയൻ ഒരു സൈഡിൽ നിൽക്കും, വാതിൽ കാവൽക്കാരൻ മറ്റേ സൈഡിൽ നിൽക്കും. എന്തിനാണെന്നറിയാമോ? ഈ ആടിനെ എണ്ണ വേപ്പിക്കുക. രാവിലെ 100 എണ്ണത്തിനെ കൊണ്ടുപോയില്ലേ, അതിനെ 100നെ അവിടെ വാതിൽ കാവൽക്കാരനെ ഏൽപ്പിച്ചിട്ട് വേണം ഇടയന് പോകാൻ. പിന്നെ രാവിലെ വന്ന് തുറന്നുകൊണ്ട് പോകും. അപ്പം ഇങ്ങനെ ആടിനെ കയറ്റും. കേട്ടോണം, ഇങ്ങനെ കയറ്റി വരുമ്പം ഈ ആടിന് 5 സൗണ്ട് ഉണ്ട്. 1, ഇമ്മേ. അത് കേൾക്കുമ്പോൾ ഇടയന് മനസ്സിലായി എന്തിനാ കരഞ്ഞ്. അമ്മാമ്മ പറ, ആടെന്തിനാ ഇമ്മേന്ന് നീട്ടുന്നേ? വിശന്നിട്ട്. അപ്പം ഇടയന് വേണ്ടി ആടിനെ വിശന്ന എന്നാ കൊടുക്കണം? എന്നാ? പുല്ലോ. അവിടെയാ തെറ്റിയത്. ആടിന് കൊടുക്കേണ്ട ഇലയാ. അപ്പം ഇടയൻ ഇല കൊടുക്കുന്നത് പ്രാർത്ഥിച്ച് മുട്ടയിലിരുന്ന് കിട്ടിയ ഇല കൊടുത്താൽ ആടിന് വയറ് നിറയും. യൂട്യൂബിൽ നിന്ന് എടുത്ത് കൊടുത്താൽ ദഹിക്കത്തില്ല. മനസ്സിലായി? 2, അടുത്ത കേട്ടോണം. ഈ തീറ്റയെല്ലാം ഇലയെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ആട് ഇവിടെന്നൊരു കരച്ചില്ല. എന്നാന്നറിയോ? ആൻറ്റിക്ക് അറിയാൻ മേലെ, ഞാൻ പറയാം. ആടിന് ദാഹിക്കുന്നതിന് ഒറിജിനലായിട്ട് കൊടുക്കേണ്ട പിണ്ണാക്കൊന്നുമല്ല, നല്ല ശുദ്ധജലം. അപ്പോൾ ഇടയനെ മനസ്സിലായി, എൻ്റെ ആടിന് ദാഹിക്കുമ്പോൾ ദാഹം തീർക്കാൻ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു കഴിയുമ്പോൾ അകത്തെ ആത്മാവ് പറയും, ഞാൻ തൃപ്തയായി സ്വർഗമിടയിൽ സന്തോഷിക്കും. 3ാമത്തെ ശബ്ദം നല്ല ഇടയനെ പിടികിട്ടത്തുള്ളൂ. ഇങ്ങനെ നിൽക്കുക ഇടയൻ, വാതിൽക്കാരൻ അപ്പുറത്ത് ഇങ്ങനെ ആട് പോവുക. ഒരാടിങ്ങനെ വരുമ്പം മാത്രം ഈ മേയില്ല. ഇടയന് പിടി കിട്ടിയ സമ്മതം ആടിനെ ഇങ്ങോട്ട് മാറ്റി നിർത്തും. അപ്പം ഇടയൻ ചെക്ക് ചെയ്തപ്പം വീരപ്പട്ടിക്ക പോലെ ഇരിക്കുന്നു വയറ്.
എന്നാണെന്നറിയാവോ? ആ ആട് ഇതിനിടയ്ക്ക് ഒരു പണി വെച്ചു, ഒറ്റത്തീറ്റയ്ക്ക് പോയി. അപ്പോൾ ഇടയിൽ മനസ്സിലായി, കഴിഞ്ഞ വെള്ളിയാഴ്ച ഇവിടെ ഇല്ലായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ആട് ഇവിടെ ഇല്ലായിരുന്നു, കോതമംഗലത്തായിരുന്നു. അവിടുന്ന് കിട്ടി, അവിടുന്ന് ശരിക്ക് വിഷവും കൊടുത്താ ഇങ്ങോട്ട് വിട്ടിരിക്കുന്നു. ആ വിഷം ദഹിക്കാതെ വയറ്റി ഭും ഭും എന്നിങ്ങനെ വീർത്ത് കിടക്കുക. ഇടയന് മനസ്സിലായി, ആ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ ആട് ഇവിടെ ഇല്ലായിരുന്നു, കോതമംഗലത്തായിരുന്നു, ശരിക്ക് കിട്ടി. പിന്നെ ഇടയൻ ഇടത്തില്ല, ശ്രദ്ധിക്കണ്ടേ? ഇടയെ സഞ്ചിക്കാത്ത ഒലിവ് ഓയിലെടുത്ത് വായിലോട്ടടിച്ച് സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഒഴിച്ചങ്ങോട്ട് കൊടുത്ത് അത് കടിച്ച് 2 പ്രാവശ്യം വയറ്റിൽ നിന്ന് പോയി കഴിയുമ്പോൾ സംഗതിയൊക്കെ പിന്നെ മേലാൽ ഒറ്റത്തീറ്റിക്ക് പോകത്തില്ല. 4മത്തേതാ വേറൊരു കാര്യം, അത് നല്ല ഇടയരെ പിടികിട്ടത്തുള്ളൂ. ആടിങ്ങനെ പൊക്കോണ്ടിരിക്കും, ഇത് ഇമ്മയും വെക്കത്തില്ല, ഉമ്മായും വെക്കത്തില്ല, ഒന്നും വെക്കത്തില്ല, തല ഇങ്ങനെ വെട്ടിച്ചോണ്ട് പോകും. തല വെട്ടിക്കുന്ന ആടിനെ കാണുമ്പോൾ ഇടയന് വെടി കിട്ടി മാറ്റി നിർത്തും. എന്നാന്നറിയാവോ? ഈ വഴി തെറ്റാൻ എളുപ്പമുള്ളൊരു ആടായത്. ഈ ആട് തിന്നാൻ പാടില്ലാത്ത ഇലയുടെ കൊണ്ട് തലയിട്ടു. തലയിട്ടപ്പം ആ ഇലയുടെ അകത്തിരുന്ന ഹെർബ്സ് ജീവി ഈ തലയിൽ കയറി പേൻ കടിച്ച പോലെ കടിച്ചുകൊണ്ടിരിക്കുക. ആശയം മനസ്സിലായോ? ഈ ആട് കൊണ്ട് ഈ ഇലയ്ക്കകത്ത് ആട് ഇടയൻ തട്ടി മാറ്റിയതാ, ഇടയനെ വെട്ടിച്ചു പോയതാ. പൊട്ടിച്ച് ചെന്നപ്പം ആ ഇലയുടെ അടിയിരുന്ന പൂച്ചി, നമ്മുടെ നാടൻ ഭാഷയെ തലേ പേൻ കടിക്കുന്ന പോലെ കടിച്ചോണ്ടിരിക്കുക. അപ്പോൾ ഈ ഇടയന് മനസ്സിലായി, രാത്രി 10-10:30 ഭർത്താവ് ഉറങ്ങിയപ്പം, ഭാര്യ ഉറങ്ങിയപ്പോൾ, മക്കൾ ഉറങ്ങിയപ്പം മുറി അടച്ചിട്ട് സൂത്രത്തിനകത്ത് കണ്ടാണെൻ്റെ എല്ലാം കണ്ട് ആവശ്യമില്ലാത്തതെല്ലാം കണ്ടിങ്ങനെ അതും മാന്തിയിരുന്നു. വീട്ടുപ്രാർത്ഥന നടത്താതെ, കുടുംബ പ്രാർത്ഥന നടത്താതെ, തിരുവചനം വായിക്കാതെ, ആരാധിക്കാതെ ഇതും മാന്തി ഇതും കണ്ടുകൊണ്ടിരുന്നപ്പം അതിൻ്റെ ആ ക്രാന്തശക്തി വികാരത്തെ വല്ലാണ്ട് ബാധിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ തല കുലുക്കുന്നതാ. ഇടയനായ ഇടയ സഞ്ചിയിലെ എണ്ണയെടുത്ത് തലയെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മേലാൽ ഈ പരിപാടി ചെയ്യത്തില്ല. 5മത്തേത് സംതൃപ്തിയുടെ ശബ്ദം. ഇത് 5ഉം അറിയുന്നത് ഇടയനാണ്. വാടാത്ത കിരീടം. കരങ്ങളെ ദൈവത്തെ സ്തുതിച്ചേ. 1 നമ്മുടെ തേജസ്സിൻ്റെ ശരീരം. 2 നമ്മുടെ ശരീരത്തിന് ചുറ്റും തേജസ്. 3 നമ്മുടെ പേരുമാറ്റും. 4 നമുക്ക് പ്രതിഫലം. കർത്താവ് പറഞ്ഞു, എൻ്റെ നാമത്തിൽ 1 കപ്പ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ പ്രതിഫലമുണ്ടെന്നാ. നിങ്ങൾ ഈ മീറ്റിങ്ങിന് വന്നതിന് റിവാർഡുണ്ട്. കർത്താവിന് വേണ്ടി 10 രൂപ ഇട്ടാൽ റിവാർഡുണ്ട്. ദശാംശമല്ല കൊടുക്കേണ്ടത്. പുതിയ നിയമസഭ പ്രാപ്തിക്കും അതിൻ്റെ മീതെയുമാണ് കൊടുക്കേണ്ടത്. കർത്താവിന് വേണ്ടി കൊടുത്താൽ ദൈവമക്കളെ ഒരിക്കലും ദോഷം വരത്തില്ല. ഞാൻ നിങ്ങളെ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് പറയുക, സാത്താനാണ് നമ്മളെ ശോധന ചെയ്യുന്നത്. കൊടുക്കരുതെന്ന് പാടില്ല. അനുഗ്രഹം ലഭിക്കണോ ആത്മീയമായി സാധുക്കൾക്ക് കൊടുക്കണം, ദൈവദാസന്മാർക്ക് കൊടുക്കണം. നാം ഏത് സഭയിലായിരിക്കുന്നോ ആ സഭയ്ക്ക് നിർലോഭമായി കൊടുക്കണം. എങ്കിൽ മാത്രമേ സ്വർഗം നമ്മളെ അനുഗ്രഹിക്കത്തുള്ളൂ. അവിടെ ചെല്ലുമ്പോൾ വല്ലതും കിട്ടണമെങ്കിൽ ഇവിടെ കൊടുക്കണം. പ്രൈസല്ലോ. ജോൺ സാറ് പണ്ടൊരു കഥ പറഞ്ഞ ആർക്കൊന്നും ഞാൻ നടത്തിയ ഒരു മീറ്റിങ്ങിൽ നമ്മുടെ കെ.സി. ജോൺ സാർ ഞാൻ പലയിടത്തും അദ്ദേഹത്തിൻ്റെ പേര് കോട്ട് ചെയ്ത് പ്രസംഗിക്കും. ഞാൻ ഇങ്ങനെ തന്നെ പറയും, കെ.സി. ജോൺ സാർ പറഞ്ഞാൽ ഒരമ്മച്ചി സഭയിൽ നിന്ന് മരിച്ച് സ്വർഗത്തിൽ ചെന്നു. സാറ് പറഞ്ഞതാ. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ദൂതന്മാർ ഇങ്ങോട്ട് സ്വീകരിച്ചു. അമ്മച്ചിക്ക് സന്തോഷം. വലിയ ബിൽഡിങ്ങുകളാണ് സ്വർഗത്തിൽ തേജസ്സിൻ്റെ. അമ്മച്ചിക്ക് നിക്കക്കള്ളിയിൽ എൻ്റെ വീട് ഏതാ, അമ്മച്ചി ബഹളമൊക്കെ അത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഭയങ്കര വീടുകൾ കാണുമ്പോൾ സാറ് പറഞ്ഞതാ, അമ്മച്ചി വരെ എനിക്ക് ഇത് മതി, അതൊക്കെ വേറെ ആൾക്ക് കൊടുത്തു പോയി, അമ്മച്ചിക്ക് ഇനിയുണ്ട്. അങ്ങനെ അങ്ങോട്ടൊരു വളവ് കഴിഞ്ഞപ്പം അതിപടിപൂറ്റൊരു ഒരു ബിൽഡിങ് തേജസ് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. അമ്മച്ചി പറഞ്ഞു, ഞാൻ മുന്നോട്ടേ വരത്തില്ല, എനിക്കിത് മതി. അന്നേരം പറഞ്ഞു, അമ്മച്ചി കഴിഞ്ഞ ആഴ്ച മരിച്ചുപോയി, അമ്മച്ചിയുടെ മുറ്റം തൂക്കാൻ വന്ന അന്നമ്മയുടെയാ. അമ്മച്ചിക്ക് സന്തോഷം. അന്നമ്മയ്ക്ക് കിട്ടിയത് കണ്ടപ്പോൾ അയ്യോ, അമ്മച്ചി പിന്നെ പോകുക അമ്മച്ചിയുടെ കാണാൻ. 4 വളവ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വീട് കാണും. ചേച്ചി പറഞ്ഞു, ഇത് അമ്മച്ചിയുടെയാണ്. ഉടനെ അമ്മച്ചി നാടൻ ഭാഷയിൽ, എൻ്റെ പട്ടിക്ക് വേണം ഇത്. സ്വർഗത്തിൽ കൊണ്ടോ ഈ വേചനം. ഞങ്ങളുടെ വീട്ടിൽ അടിച്ചു വാരാൻ വന്ന എന്നമ്മയ്ക്ക് കൊടുത്തു കൊട്ടാരം, എനിക്ക് തന്നിരിക്കുന്നത് ചെറിയ വീട്. ഉടനെ മാലാക പറഞ്ഞത്, അമ്മച്ചി ഇങ്ങോട്ട് എന്നതാ അയച്ചത്. അമ്മച്ചിയുടെ കണക്കിനകത്തുണ്ട് ദശാംശം കൊടുത്തത് 10 രൂപ, അമ്മച്ചി വേലയ്ക്ക് നിന്നവൾ കൊടുത്തത് 100 രൂപ. നോക്കിക്കേ, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ കാശ് പിരിക്കാൻ വന്നതല്ല, ബുദ്ധി ഉപദേശിക്കുക. കർത്താവിന് വേണ്ടി കൊടുത്താൽ ദൈവം അനുഗ്രഹിക്കും തീർച്ചയായും. 1 നമ്മുടെ ശരീരം തേജസ്, 2 തേജസ്സിൻ്റെ ആവരണം, 3 പേരുമാറ്റും, 4 പ്രതിഫലം, 5 1000 ആണ്ടിൽ ഈ ലോകത്തിൽ ജീവിക്കുവാൻ അതോറിറ്റി തരും. 5 ലൂക്കോസ് 22:28
1000 വർഷത്തിൽ എൻ്റെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നിയമിച്ചു തരുന്നു, ഞാനും തരുന്നു. 5 നമ്മൾ ഈ ലോകത്തെ ഭരിക്കും. 1000 വർഷത്തിനെ കുറിച്ച് പറയാൻ പോകും ഞാൻ. 6ാമത്തെ പ്രത്യേകത കേൾക്കണമോ? നമ്മുടെ ഭാഷ മാറ്റും. ഈ ഭാഷ ഒന്ന് അവിടെ തേജസ്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ മലയാളത്തിൻ്റെ പ്രസക്തി തീർന്നു. നിങ്ങൾ ചോദിച്ചേക്കാതെ എന്നാണ്? 6500 സംസാര ഭാഷയുണ്ട് ഈ ലോകത്തിൽ ഇന്ന്. ലെജിബിൾ അല്ലാത്ത 12,000 ഭാഷയുണ്ട്. അപ്പോൾ എത്ര ഭാഷയുണ്ട്? 18,500 ഭാഷയുണ്ട്. ഈ 18,000 ഭാഷയിൽ രക്ഷിക്കപ്പെട്ട ഒരു സ്വർഗത്തിൽ ചെന്ന് മലയാളത്തിലും തമിഴിലും ഹിന്ദിക്കാരൻ ഹിന്ദിയിലും ഇംഗ്ലീഷുകാരൻ ഇംഗ്ലീഷിലും ജപ്പാൻകാരൻ ജപ്പാനിലും പറഞ്ഞ് ഇത്രയും അലമ്പ് വേറെ എങ്ങും കാണുക. അതുകൊണ്ട് നമുക്കൊരു ഭാഷ കിട്ടും. അതിൻ്റെ നിഴലാണ് 1 കൊരിന്ത്യർ 13 പറയുന്നു, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ. ദൂതന്മാർക്കൊരു ഭാഷയുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ കാന്തയായ ദൂതന്മാരെക്കാൾ പൊസിഷനുള്ള നമുക്കൊരു ഹെവൻലി ലാംഗ്വേജ് കിട്ടും. അക്ഷരങ്ങളില്ലാത്ത പ്രത്യേക വിധത്തിലുള്ള ഒരു ഭാഷ നമുക്ക് കിട്ടും. ലിപി ഇല്ലാത്ത, അവിടെ എഴുത്തും വായനയും റീഡിങ്ങും ഇല്ല, ലിപി ഇല്ലാത്ത റീഡിംഗ് ഇല്ലാത്ത ഒരു ഭാഷ നമുക്ക് കിട്ടും. 7ാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെളിപ്പാട് 3:12 ഒന്ന് വായിക്കാം. വെളിപ്പാട് 3:12. ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും. അടുത്ത വാക്യം, അവൻ ഒരിക്കലും അവിടെ നിന്ന് പോകയില്ല. അടുത്ത വാക്യം, എന്റെ ദൈവത്തിന്റെ നാമവും കേട്ടോണം, എന്റെ ദൈവത്തിന്റെ നാമവും എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന്, എന്റെ ദൈവത്തിന്റെ പക്കൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങുന്ന പുതിയ യെരൂശലേം എന്ന എന്റെ ദൈവത്തിന്റെ നാമവും, അടുത്തതോ, എന്റെ പുതിയ നാമവും ഞാൻ അവന്റെ മേൽ എഴുതും. ദൈവമക്കളെ, എന്റെ നിങ്ങളുടെ തേജസ്സിന്റെ ശരീരത്തിൽ പുതിയ യെരൂശലേം പ്രവേശിപ്പിക്കുവാൻ 3 നാമം എഴുതും. 1 ദൈവത്തിന്റെ നാമം, 2 നമ്മൾ താമസിക്കാൻ പോകുന്ന വീട് പുതിയ യെരൂശലേം, 3ാമത്തേതാണ് ഏറ്റവും മാർമികം. കർത്താവ് പറയുക, എന്റെ പുതിയ നാമം. ഇന്ന് വരെ നമ്മുടെ കർത്താവിന്റെ പേര് ആർക്കും അറിയാൻ മേല. നമ്മൾ യേശു എന്ന് പറയും. അതേ യേശുവിനെ കുറിച്ച് എബ്രായ ഭാഷ പറഞ്ഞ യോശുവ എന്നാ. ഒറിജിനൽ എബ്രായ ഭാഷ യോശുവ എന്നാ പറഞ്ഞത്, യേശു എന്നല്ല, ജോഷുവ. ഇംഗ്ലീഷുകാർ പറഞ്ഞ ജീസസ്, തമിഴർ പറഞ്ഞ ആണ്ടവർ. എന്താണ് കർത്താവിൻ്റെ ഒറിജിനൽ പേരെന്നറിയാൻ പറ്റില്ല. പുതിയ നിയമത്തിൽ തന്നെ 14 പേരുണ്ട്. ഉദയ നക്ഷത്രം, ദാവീദിന്റെ താക്കോലുള്ളവൻ, അൽഫ ഒമേഗ, എത്ര പേരാ. യേശുവിനൊരു പേരുണ്ട് ദൈവമക്കളെ. ആ പേര് ഇന്ന് വരെ വെളിപ്പെടുത്തിയിട്ടില്ല. ആ പേര് ഞാൻ ബൈബിൾ കൂടെ ഞാൻ ഇനി പറയുന്നത്. ആ പേര് ഇന്ന് വരെ മാലാഖമാർക്ക് പോലും അറിയാൻ മേല, പിതാവിനല്ലാതെ. ആ പേര് എൻ്റെ നിങ്ങളുടെ തേജസ്സിന് ചേർത്ത് പ്രിന്റ് ചെയ്യും. എന്നാ ഭാഗ്യം അത്. കരങ്ങളെ വെളിപ്പാട് 3:19 ഒന്ന് വായിച്ചേ. 19:11 മുതൽ ഒന്ന് വായിച്ചേ. വെളിപ്പാട് 19:11 മുതൽ അവിടെ അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. വെളിപ്പാട് പുസ്തകം 19:17 വായിച്ചേ. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും. 19:17 വെളിപ്പാട് 19:11. അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കേട്ടോണം, ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി. അതിന്മേൽ ഇരിക്കുന്നവന് വിശ്വസ്തനും സത്യവാനും എന്ന് പേർ. അടുത്ത കേട്ടോണം, കർത്താവാണ് തെളിവുണ്ട് അവിടെ. അടുത്ത കേട്ടോണം, അവൻ നീതിയോടെ വിധിക്കുകയും പോരാടുകയും ചെയ്യുന്നു. അടുത്ത വാക്യം, അവന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ. യോഹന്നാൻ കണ്ടതാ. അവന്റെ തല, അവന്റെ കണ്ണ് അഗ്നിജ്വാല. അടുത്ത വാക്യം, തലയിൽ അനേകം രാജമുടികൾ. രാജമുടി. നമ്മുടെ കർത്താവിന് നിലല്ലേ, നമ്മുടെ കർത്താവിന് അനേകം രാജമുടി. എതിർ ക്രിസ്തുവിന് 10 രാജമുടി. ആ രാജമുടി നമുക്ക് നാളെ ചിന്തിക്കാം.
എന്റെ കർത്താവിന് അനേകം രാജ്യമടി. അടുത്ത വാക്യം. എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. കണ്ടോ, ഈ എഴുതിയിട്ടുള്ള ഒരു നാമം അവനുണ്ട്. അടുത്തത്, അത് അവനല്ലാതെ ആർക്കും അറിഞ്ഞുകൂടാ. Nobody knows. കരങ്ങളെ ഉയർത്തി സ്തുതിച്ചാട്ടെ. അവനല്ലാതെ, പിതാവിനും പുത്രനുമല്ലാതെ ആർക്കും അറിയാൻ മേല നമ്മുടെ കർത്താവിന്റെ യഥാർത്ഥ പേരെന്താണെന്ന്. ആ പേര് നിത്യമായി എന്റെയും നിങ്ങളുടെയും തേജസ്സിന്റെ ശരീരത്തിൽ പ്രിന്റ് ചെയ്യും.